ബത്തേരി രൂപതാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത, നമ്മുടെ എവിടെയും പ്രിയങ്കരായിട്ടുള്ള MLA CIC ബാലകൃഷ്ണൻ, റോസ്മൂട്ടി ടീച്ചർ, പ്രിയ കൗൺസിലേഴ്സ്, ഹോറെ എപ്പിസ്കോപ്പ അച്ഛന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, തപോവനത്തിന്റെ അഭിലാഷികളായിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും സ്വപ്നമായിരുന്നു ഈ തപോവന റോഡ് കോൺക്രീറ്റ് ചെയ്ത് ലഭിക്കുക എന്നുള്ളത്. ദീർഘകാലമായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. കഴിഞ്ഞ അടുത്ത കാലത്ത് ശ്രീ IC ബാലകൃഷ്ണൻ അഭിനന്ദാവിന്റെ സാന്നിധ്യത്തിൽ അത് ചെയ്തു തരും എന്ന് പറയുകയുണ്ടായി. ഞാനും ആ വേദിയിലുണ്ടായിരുന്നു. അത് ഇത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടും എന്ന് വിചാരിച്ചില്ല. ഇത് പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം വളരെ മനോഹരമാക്കി ഈ തപോവനം അശരണരുടെ ഈ ഭവനം മറ്റു പബ്ലിക്കിന് എളുപ്പത്തിൽ ഒന്ന് കാണുവാനും സഹായങ്ങൾ എത്തിക്കുവാനും ഒക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ റോഡ് നിർമ്മിച്ച് നമുക്ക് നൽകിയുണ്ടായി. ഇത് വളരെ പെട്ടെന്ന്, വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഈ ഉദ്ഘാടനം ഇവിടെ പ്ലാൻ ചെയ്തത്. പല കാരണങ്ങളും ഇപ്പം ഇലക്ഷൻ അടുത്ത് വരികയാണ്, ഉടനെ MLA കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് പിതാവും MLA കണ്ട വേദിയിൽ ഡേറ്റ് ഫിക്സ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വരേണ്ടതായിരുന്നു ഇവിടെ. ഏതായാലും ഇന്നത്തെ സമ്മേളനത്തിലേക്ക്, ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് അഭിമന്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ നമ്മുടെ ദീർഘമായിട്ട് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം അകത്താണ്. ശ്രീ IC MLAയും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ റോസ്മൂട്ടി ടീച്ചറിനെയും കൗൺസിലേഴ്സിനെയും എല്ലാവരും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ടേപ്പ് കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട MLAയും റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. ഈ വണ്ടി തന്നെ പോകണം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. ഈ കുടുംബത്തിലെ അന്തേവാസി കൂടിയായ ബാബുള്ളൻ പ്രാർത്ഥന ഗാനം ആലപിക്കും. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. സത്യനായക മുക്തിദ പുൽത്തുഴുത്തിൻ പുളകമായ സ്നേഹഗായക
കനകതാരമേ നിന്നൊളികൻ തുണന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ സത്യനായക മുക്തിദായക പുൽത്തുരുത്തും പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക അന്വേഷിച്ചാൽ കണ്ടെത്തിടും പുണ്യതീർത്ഥമേ സാഗരത്തെ തിരയെ വെന്ന കർമ്മകാണ്ഡമേ നിന്മനം കേട്ടലിഞ്ഞിടാത്ത മനമാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ സത്യനായക മുക്തിദായക പുൽത്തുരുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക ശ്രീയേശുനായക. സ്വാഗതം ആശംസിച്ചുകൊണ്ട് തപോവനം അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് അംഗം ശ്രീ CM തങ്കച്ചൻ സംസാരിക്കുന്നു. തപോവനത്തിൻ്റെ രക്ഷാധികാരിയും ബത്തേരി രൂപതയുടെ മെത്രാപ്പൊളിത്തയുമായിരിക്കുന്ന വന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊളിത്ത തിരുമനസേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മളുടെയൊക്കെ ഈ നാടിൻ്റെയൊക്കെ പ്രിയങ്കരനായിരിക്കുന്ന IC ബാലകൃഷ്ണൻ MLA അവറുകൾ, ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന തപോവനം കുടുംബത്തിൻ്റെ സ്വന്തമായിരിക്കുന്ന ഈ മുനിസിപ്പൽ ചെയർമാൻ ഏറ്റവും ബഹുമാന്യനായ TK രമേശ് അവറുകൾ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് എന്നും ബത്തേരി രൂപതയോടും തപോവനം കുടുംബത്തോടും ചേർന്ന് നിന്ന് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന റോസക്കുട്ടി ടീച്ചർ, ഈ തപോവനം കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ നിരന്തരമായി ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ കൗൺസിലർ ശ്രീമതി ഹേമ അവർ, ഇന്നിപ്പോൾ ഈ തപോവനം കുടുംബത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വിൻസെന്റ് പുതുശ്ശേരിയിലച്ച, മലങ്കര കാത്തലിക് അസോസിയേഷന്റെ രൂപത സ്പിരിച്വൽ അഡ്വൈസറായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജെയിംസ് അച്ച, മലങ്കര കാത്തലിക് അസോസിയേഷന്റെ രൂപത പ്രസിഡന്റ് റോയ് സാറ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും നമസ്കാരം. തപോവനം കുടുംബത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ നമ്മുടെ റോഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ കോവിഡിനൊക്കെ മുമ്പ് തന്നെ ഇവിടെ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് MLAയോട് നമ്മൾ ആവശ്യപ്പെടുകയും അന്ന് MLA നമുക്ക് വാക്ക് തന്നു, തപോവനം റോഡ് ഞാൻ തീർച്ചയായിട്ടും അത് പൂർത്തീകരിച്ചു തരും എന്ന്. 2022-23 വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള സംഖ്യ 10 ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ റോഡ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിൽ കൂടുന്ന ഒരു മീറ്റിംഗ് ആണ്.
2 ദിവസം മുമ്പാണ് ഇന്ന് ഇവിടെ ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി MLA-യുടെയും വന്യപിതാവിന്റെയും ഒക്കെ സൗകര്യാർത്ഥം തീരുമാനിക്കുന്നത്. ഷോർട്ട് നോട്ടീസിൽ എത്താൻ പറ്റുന്നവർക്ക് മാത്രമേ ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ റോഡ് നിരവധി പേര് ഇവിടെ വരുന്നവർ ഈ റോഡ് നന്നാക്കുന്നതിനെ കുറിച്ച് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. അവരെല്ലാം മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്, അവരെല്ലാം മനസ്സുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇന്നിവിടെ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുന്നത് ഈ തപോവനത്തിന്റെ രക്ഷാധികാരിയും ബത്തേരി രൂപതയുടെ മെത്രാപ്പൊലീത്തയുമായിരിക്കുന്ന വന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സാണ്. എല്ലാ കാലവും അശരണരുടെ കൂടെ അല്ലെങ്കിൽ പാർശ്വവൽക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂടെ ആയിരിക്കുന്ന വയനാടിന്റെ മെത്രാപ്പൊലീത്ത എന്ന് ജനം വിശേഷിപ്പിക്കുന്ന നമ്മുടെ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തയെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് റോഡിൽ വെച്ച് നാടുമുറിച്ച് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ MLA ആണ്. MLA ഞാൻ ഓർക്കുന്നത് കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു, ഞാൻ ഫണ്ട് വയ്ക്കാൻ കേട്ടോ, ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഫോളോ അപ്പ് നിങ്ങൾ നടത്തണം കേട്ടോ എന്ന് പല പ്രാവശ്യം നമ്മളോട് സംസാരിച്ചിരുന്നു. എന്തായാലും അത് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ തപോവനം കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന നിരവധി പേരുടെയും ബത്തേരി രൂപതയിലെ മുഴുവൻ പേരുടെയും ഒരു നന്ദിയാണ് MLA-യോട് പറയുവാനുള്ളത്. ഈ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA-യെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ തപോവനത്തിന്റെ അയൽവാസിയും തപോവനത്തിന്റെ സ്നേഹിതനും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ ചെയർമാനുമായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട TK രമേശ് അവരുകളാണ്. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത കാലം മുതൽ അതിനുവേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ചെയ്തു തരേണ്ടിയ എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി തരുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ബഹുമാനനായ നമ്മുടെ ചെയർമാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ ഈ സമയബന്ധിതമായിട്ട് നമുക്കിത് പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ചെയർമാൻ ഇന്ന് നിരവധി പരിപാടികളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും സമയത്ത് തന്നെ വന്ന് ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ ഗ്രാമപിതാവ് TK രമേശ് അവരുകളെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്നിവിടെ ഏറ്റവും യോഗ്യമായ ഒരാളാണ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ തപോവനം കുടുംബത്തെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഇതിന്റെ റോഡിന്റെ ഉദ്ഘാടനം നടത്തണമെന്ന് പിതാവുമായി സംസാരിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, 8-ാം തീയതി വനിതാ ദിനമാണ്, അതുകൊണ്ട് തപോവനത്തിൽ വെച്ച് നമുക്ക് ഒരു വനിതാ ദിന സന്ദേശം കൊടുക്കുവാൻ ക്രമീകരണം കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. പിതാവിന്റെ ആഗ്രഹപ്രകാരം, ഈ പ്രദേശത്തിന്റെ ആഗ്രഹപ്രകാരം ഇന്നിവിടെ സന്നിഹിതയായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട റോസക്കുട്ടി ടീച്ചറെ, വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന റോസക്കുട്ടി ടീച്ചറെ ഈ തപോവനം കുടുംബത്തിന്റെ പേരിൽ ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ തപോവനത്തിൽ നടക്കുന്ന ഏത് പരിപാടികൾക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ തപോവനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന വിൻസെന്റ് അച്ഛനാണ്. അച്ഛൻ പുതുതായി ചുമതലയേറ്റ അന്നു മുതൽ അച്ഛന്റെ ചിന്തയില് പ്രവൃത്തിയില് ഒക്കെ തപോവനം എങ്ങനെ ഭംഗിയായി കൊണ്ടു നടക്കാം, എന്തെല്ലാം ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയിലാണ് പല കാര്യങ്ങളും 2 ദിവസം മുമ്പ് നടന്ന ബോർഡ് മീറ്റിംഗിൽ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിൻസെന്റ് അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തിന്റെ കൗൺസിലർ ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനിയായ ശ്രീമതി ഹേമ അവരുകള് നിരന്തരമായി ഈ സ്ഥാപനത്തിൽ കടന്നു വരികയും
ഈ സ്ഥാപനത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും വേണ്ട ക്രമീകരണവും ചെയ്യുവാൻ ഇതിന്റെ ഒരു രക്ഷകർത്താവ് എന്നതുപോലെ തന്നെ ഈ പ്രദേശത്തായിരുന്നു കൊണ്ട് ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ബഹുമാന്യായ വാർഡ് കൗൺസിലറുടെ സന്നിഹിതയാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട കൗൺസിലർ ഹേമ മാഡത്തിനെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. മലങ്കര കാത്തലിക് അസോസിയേഷൻ കഴിഞ്ഞ 14 വർഷമായി ഈ സ്ഥാപനത്തിനെ ഏറ്റെടുത്ത് നടത്തിയ അന്നു മുതൽ ഇന്ന് വരെ അതാത് കാലങ്ങളിലുള്ള മലങ്കര കാത്തലിക് അസോസിയേഷന്റെ വൈദിക ഉപദേഷ്ടാക്കളുടെ ഉപദേശത്തിനനുസരിച്ചാണ് ഈ സ്ഥാപനത്തിന്റെ പോക്ക് എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിലൊക്കെ സംസാരിക്കുകയും ഒത്തിരി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനായ ജെയിംസ് മലയപ്പറമ്പിൽ അച്ഛനാണ് ഞങ്ങൾക്ക് അതിന് നേതൃത്വം നൽകുന്നത്. ഏറ്റവും ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബത്തേരി രൂപതയുടെ മലങ്കര കാത്തലിക് അസോസിയേഷന് നേതൃത്വം കൊടുക്കുന്ന രൂപതാ പ്രസിഡന്റ്, MCAയുടെ പ്രസിഡന്റ് ഏറ്റവും ബഹുമാനപ്പെട്ട റോയ് സാർ ഇവിടെ സന്നിഹിതനാണ്. ഔദ്യോഗികയുടെ പേരിൽ റോയ് സാറിനെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ നമ്മള് തൊട്ടടുത്തുള്ള കൗൺസിലർമാർ പലരും ഇവിടെ സന്നിഹിതരാണ്. പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ കൗൺസിലർമാരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഇവിടെ രൂപതയുടെ പ്രധാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരൊക്കെ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന അർമ്മങ്കുടിയിൽ കോർപ്പസ് കാപ്പാച്ചൻ അടക്കമുള്ള ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും അടുത്ത കോൺഗ്രിഗേഷനുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പല വിവിധ കോൺഗ്രിഗേഷനുകളിൽ നിന്നുള്ള ബഹുമാനരായ സന്യസ്തർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ സന്യസ്തരെയും കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള അയൽവാസികൾ ഇവിടെ സന്നിഹിതരാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ശ്രേയസിന്റെ അയൽക്കൂട്ടത്തിന്റെ പ്രതിനിധികൾ ഇന്നിവിടെ സന്നിഹിതരാണ്. ആയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ സന്തോഷിക്കുക ഈ തപോവനം കുടുംബത്തിലെ ഞങ്ങളാണ്, അന്തേവാസികളാണ്. നിങ്ങളോട് കൂടിയായിരിക്കുന്ന എല്ലാ അന്തേവാസികളെയും, ഞങ്ങളോട് കൂടിയായിരിക്കുന്ന എല്ലാ അന്തേവാസികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് വനിതാ ദിനമാണ്. വനിതാ ദിനത്തിന് എല്ലാ വനിതകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. ആമുഖ പ്രഭാഷണം നടത്തുന്നു. ബത്തേരി രൂപതയുടെ മലങ്കര കത്തോലിക്ക അസോസിയേഷന്റെ രൂപത വൈദിക ഉപദേഷ്ടാവും തപോവനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് അംഗങ്ങളുമായ അച്ഛനെ ആദരവോടെ ജെയിംസ് മലയപ്പറമ്പിൽ അച്ഛനെ ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട ബത്തേരി രൂപതാധ്യക്ഷൻ അഭിനന്ദ ഡോക്ടർ ജോസഫ് മാർ തോമസ് എമേനി, ആദരണീയനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബത്തേരി MLA IC ബാലകൃഷ്ണൻ സാർ, ഞങ്ങളുടെ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർമാൻ TK രമേശ് അവർകൾ, വനിതാ ദിനത്തിനോടനുബന്ധിച്ച് ഒരു സന്ദേശം നൽകുവാനും സന്നിധിയായിരിക്കുന്ന പ്രിയപ്പെട്ട റോസകുട്ടി ടീച്ചർ, വാർഡ് കൗൺസിലർ ശ്രീമതി ഹേമ മാഡം, കൗൺസിലേഴ്സ്, പ്രിയമുള്ള വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെയും ഏറെ സന്തോഷമുണ്ട്. ഈ സമയം തപോവനത്തിലേക്കുള്ള വഴിയുടെ ദൂരം അതുതന്നെയാണ്, തപോവനത്തിലേക്കുള്ള വഴിയും അതുതന്നെയാണ്. പക്ഷേ തപോവനത്തിലുള്ള യാത്രയും തപോവനത്തിലേക്കുള്ള യാത്രയുടെ ദൂരവും പ്രത്യേകമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ തപോവനത്തിലേക്കുള്ള കോൺക്രീറ്റ് റോഡ് അല്ലെങ്കിൽ ടാർ റോഡ് വേണമെന്നുള്ളത്. വിൽസന്റെ അച്ഛൻ ആമുഖത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് സഹായമായി വരുന്നവരും ഇവിടെയുള്ളവരെ സന്ദർശിക്കാൻ വരുന്നവർക്കുമാണ് പ്രത്യേകമായിട്ട് ആ റോഡിന്റെ ആവശ്യം. അത് ഇന്ന് പൂവണിയാണ്. പ്രത്യേകമായിട്ട് സ്വപ്നങ്ങൾ പൂവണിയുന്ന ഒരു സമയം, അത് വല്ലാത്തൊരു സന്തോഷമാണ്.
ഒരു സന്തോഷത്തിൻ്റെ നിർവൃതിയിൽ നമ്മളായിരിക്കുമ്പോൾ ഇതിന് കാരണഭൂതനായ ബത്തേരി നിയോജക മണ്ഡലം MLA IC ബാലൻ സാറിനോട് അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും MCAയുടെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കാം. ഒരു ഉത്തരവാദിത്വമാണ് രാഷ്ട്രീയങ്ങൾക്കപ്പുറമായി. തീർച്ചയായിട്ടും ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ സഹായം ആവശ്യമാണ്. അത് ഉണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിലാണ് അഭിമന്യ പിതാവ് അനുവാദം നൽകി നമ്മൾ ആധാരം എഴുതി മുനിസിപ്പാലിറ്റി പ്രത്യേകമായിട്ട് ഏൽപ്പിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ ചെയർമാന്റെ സാന്നിധ്യം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഈ സ്വപ്നം പൂവണിയുമ്പോൾ പ്രത്യേകമായി എല്ലാവരെയും നന്ദി സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഒരു വികസനം, അത് നാടിൻ്റെ വികസനം എന്നതുപോലെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ വികസനവുമാണ്. ഒരുപക്ഷെ ഇതൊരു രണ്ടാം ഘട്ടമായി ഈ തപോവനത്തിൻ്റെ വികസനം മാറുവാൻ റോഡ് കാരണമാകട്ടെ എന്ന് അഭിമന്യ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ വനിതാ ദിനം ഈ തപോവനത്തിൽ വെച്ച് ഇങ്ങനെ ആചരിക്കുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയൊരു അവസരമാണ്. ഒരു ഉദ്ഘാടനവും വനിതാ ദിന ആചരണവും ഞങ്ങൾക്ക് ഏറ്റവും വലിയ വ്യക്തിത്വമാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഉള്ളത്. പ്രിയപ്പെട്ട റോസക്കുട്ടി ടീച്ചറിനെ നന്ദിയോട് ഓർക്കുകയും ആമുഖം ചുരുക്കുകയും എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യും. നന്ദി പിതാവിനെ ആദരവോടെ ഈ അധ്യക്ഷ പ്രസംഗത്തേക്ക് സ്വാഗതം ചെയ്യും. നമ്മളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ MLA IC ബാലകൃഷ്ണൻ, മുഖ്യ പ്രഭാഷണം നൽകുന്ന നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട TK രമേശ്, വനിതാ ദിന സന്ദേശം നമുക്ക് നൽകുന്ന പ്രിയപ്പെട്ട റോസക്കുട്ടി ടീച്ചർ, നമ്മളുടെ രൂപതയുടെ മുഖ്യ വികാരി ജനറൽ വന്യ സെബാസ്റ്റ്യൻ കീപ്പള്ളച്ചൻ, നമ്മളുടെ ഈ തപോവനത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് അച്ഛൻ, നമ്മളുടെ MCAയുടെ ആത്മീയ ഉപദേഷ്ടാവ് ജെയിംസ് മലയപ്പറമ്പിലച്ചൻ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ഹേമ, നമ്മളുടെ MCAയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റോയ് സാർ, അതുപോലെ MCAയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങൾ, ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സന്യസ്തരെ, നമ്മളുടെ തപോവനത്തിൻ്റെ അന്തേവാസികളെ, ഇവിടെ പ്രിയപ്പെട്ട തങ്കച്ചൻ സൂചിപ്പിച്ച പോലെ വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇതുപോലെ ഒരു മീറ്റിംഗ് കൂടുവാനായിട്ട് തീരുമാനിച്ചത്. അതിൻ്റെ കാരണം നമ്മുടെ പ്രിയപ്പെട്ട MLA 3 ദിവസങ്ങൾ, ബഹുമാനപ്പെട്ട സെക്രട്ടറി പറയും 3 ദിവസങ്ങളാണെങ്കിൽ ഞാനിവിടെ കാണും. ഈ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകുതി നോയമ്പം കഷ്ടാനുഭവിച്ചാണ്. ഈസ്റ്റർ കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ എനിക്കത് കഴിഞ്ഞാൽ. അതുകൊണ്ട് കിട്ടിയ സമയത്ത് നമ്മൾ ഇന്ന് തന്നെ 2-3 പരിപാടികളാണ് ഇവിടെ. ഒരു പക്ഷേ വരേണ്ട പകുതി ആൾക്കാർ നമുക്കറിയാവുന്ന ശ്രേയസ്സിൽ വനിതാദിനത്തിൽ പങ്കെടുക്കുകയാണ്. നമ്മൾ അവിടെ മറ്റ് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊരു ഷോർട്ട് നോട്ടീസിൽ ഇത്രയും ഭംഗിയായ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചതിൽ നമ്മളുടെ തപോവനത്തിലെ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രസൻറ്റേറ്റീവ് നേച്ചറിൽ എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരാണ്. നമ്മുടെ ഈ തപോവനത്തിൻ്റെ വളർച്ച നമുക്കറിയാവുന്ന പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും വളർച്ചയുടെ ഭാഗമാണ്. തപോവനത്തിൽ വസിക്കുന്നവരെ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാം സഹോദരങ്ങളാണ്. ഈ തപോവനത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ആ ഒരു രീതിയിലാണ് തപോവനത്തെ എല്ലാവരും നോക്കി കണ്ടിട്ടുള്ളത്. നമ്മുടെ MLAയും മുനിസിപ്പൽ ചെയർമാനും റോസക്കുട്ടി ടീച്ചറും പ്രിയപ്പെട്ട ഹേമയും അതുപോലെ നമ്മുടെ പൊതുപ്രവർത്തകരെല്ലാം ആ രീതിയിൽ അതിനെ കാണുകയും അതിനെ സമീപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ തപോവനത്തിൽ വസിക്കുന്ന 10-28ഓളം സഹോദരങ്ങൾക്ക് നമ്മളെപ്പോലെ മാന്യമായി ജീവിക്കുവാനായിട്ടുള്ള ഒരു സൗകര്യം ഇവിടെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അവർ പല നാളുകളിലെ പല ആൾക്കാരും അതുപോലെ തന്നെ ഇവിടെ വരുന്ന വ്യക്തികളും
ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ റോഡ്. അത് മഴ പെയ്താൽ ചെളിയായ ആർക്ക് നടന്നു വരാൻ സാധ്യമല്ലാത്ത രീതിയിൽ ആകുമ്പോൾ അതൊന്ന് നന്നായാൽ കൊള്ളാം എന്ന് പറയുകയും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാൻ സാധ്യമാകുന്ന രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ചെയർമാനും MLA-യുമാണ്. വേറെ ആരോട് പറഞ്ഞാലും നമുക്ക് നടക്കുകയില്ല, പൈസ ഉണ്ടെന്ന രീതിയിൽ നമുക്കറിയാം. അതുകൊണ്ട് നമുക്കറിയാവുന്നൊരു മീറ്റിങ്ങിലെ പല അവസരത്തിൽ നമ്മൾ നിങ്ങളെ പറഞ്ഞ കാര്യം നമ്മുടെ MLA-യോട് പറയുകയും കഴിഞ്ഞ വർഷം അദ്ദേഹം അത് നടത്തിയിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ നമ്മുടെ MLA-ക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ കൃത്യമായ ആദരവ്, അതുപോലെ സ്നേഹം, സന്തോഷം എന്നോട് അറിയിക്കുകയാണ്. ഞാൻ അമേരിക്കയിലായിരുന്ന അവസരത്തിൽ ഒരു ജനപ്രതിനിധിയുടെ ചരിത്രം വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ആൻഡ്രൂസ് എന്നാണ്. ആൻഡ്രൂസ് എല്ലാ ഇലക്ഷനിലും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ എല്ലാ വർഷവും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം മരിച്ചു കഴിഞ്ഞ് എഴുതി അത് ഞാൻ വായിച്ച അവസരത്തിൽ അദ്ദേഹത്തെ പറ്റി ജനങ്ങൾ പറഞ്ഞ ഒരു കാര്യം അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, ആൻഡ്രൂസ് എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരെയും സഹായിച്ചു എന്നാണ്. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് അമേരിക്കയിൽ തുടർച്ചയായി ഇലക്ട് ചെയ്യപ്പെട്ട അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന ജനകീയമായ 2 വാക്കാണ് എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരെയും സഹായിച്ചു. അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരെ മാത്രമല്ല, അദ്ദേഹത്തിന് പാർട്ടിക്കാരെ മാത്രമല്ല, MLA ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കുവാനും അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കുവാനായിട്ടുള്ള ഒരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് സന്ദർഭമായിട്ട് ഞാൻ പറയുകയാണ്. ഈ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരിച്ച അവസരത്തിൽ ഏതാണ്ട് അമേരിക്കയിലെ തെരുവുകളിൽ 5 കിലോമീറ്ററോളം ജനങ്ങൾ ആദരവർപ്പിക്കുവാനായിട്ട് വന്നുവെന്നാണ് ആൻഡ്രൂസിൻ്റെ ചരിത്രത്തിൽ. 5 കിലോമീറ്റർ അവരെല്ലാം വിളിച്ചിരുന്ന ബാഡ്ജും എല്ലാവരെയും സ്നേഹിച്ച, എല്ലാവരെയും സഹായിച്ച ആൻഡ്രൂസ് എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ ഈ സുൽത്താൻ ബത്തേരി MLA പ്രിയപ്പെട്ട IC ബാലകൃഷ്ണനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയുവാൻ സാധ്യമാകും. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും സഹായിക്കുന്ന ഒരു MLA ആണ് നമുക്കുള്ളത്. അതായത് നമ്മളിപ്പോൾ ഈ പ്രദേശം മുഴുവൻ ഞാൻ പൊതുപ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ട് ഇവരോടെല്ലാം ഒന്നിച്ച് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്നേഹം അല്ലെങ്കിൽ ഈ കരുതൽ, ഈ സഹായം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഒരിടത്ത് മാത്രമല്ല. എഴുത്ത് ഭവനത്തിൽ അദ്ദേഹം 10 ലക്ഷം രൂപ നൽകി പാവപ്പെട്ടവരെ പ്രത്യേകം കരുതുപോലെ തന്നെ ഈ പ്രദേശം നമ്മുടെ സ്കൂളുകളിലെല്ലാം ചില അവസരത്തിലൊക്കെ തമാശക്കായിട്ടൊക്കെ ഞങ്ങൾ പറയും, പൈസ ഇല്ല വരുന്ന ദിവസം നമ്മളുടെ നിങ്ങൾക്ക് പൈസയൊന്നും ഇല്ലെന്നില്ല, സമീപിച്ചാന്ന് ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പുത്തൻകുന്ന് സ്കൂൾ ഇന്ന് വൈകിട്ട് ആനിവേഴ്സറിയാണ്. അവിടെ 5 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. നമ്മളുടെ സെൻറ്റ് ജോർജ് പുൽപ്പള്ളി സ്കൂളിൽ 10 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. കോളിയാടിയിൽ 10 ലക്ഷം രൂപ. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ രഹസ്യമായിട്ടുള്ളൊക്കെ ഈ സിസ്റ്റേഴ്സും പ്രിൻസിപ്പൽമാരൊക്കെ വരുന്നവർ അരമനെ പൈസയൊന്നും ഇല്ലെങ്കിൽ നമ്മളെ MLA സമീപിച്ച മതിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ സഹായിക്കുന്ന ഒരു മനസ്സുള്ളത് കൊണ്ട് നമുക്കറിയാവുന്ന പോലെ നമ്മളുടെ രൂപതയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്ക് വീടുകൾ വെച്ച് കൊടുക്കാൻ, എല്ലായിടത്തും സഹായത്തിനൊക്കെ വന്ന് വീട് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ സഹായിക്കണം. അപ്പം ഇങ്ങനെ നമുക്കറിയാവുന്ന പോലെ പൊതുസമൂഹത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയരായിരിക്കണം നമ്മളുടെ ജനപ്രതിനിധികൾ എന്നുള്ളതാണ്. ചില അവസരത്തിലൊക്കെ നമുക്ക് അറിയാവുന്ന പോലെ നമ്മളുടെ ആ ഒരു ചിന്താഗതിക്ക് ഒരു പക്ഷേ എന്താണ് ആഗ്രഹിക്കുന്ന രീതിയിൽ വരാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത്. ബത്തേരിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന അവസരത്തിൽ ഞാനിവിടെ വന്നതിന് ശേഷം അതിശയോക്തിപരമായിട്ട് പറയുകയില്ല, ഇവിടെയുള്ള എല്ലാ ജനപ്രതിനിധികളും പ്രിയപ്പെട്ട നമ്മുടെ IC ബാലകൃഷ്ണൻ, നമ്മുടെ പ്രിയപ്പെട്ട രമേശ്, അതിന് മുമ്പ് പ്രിയപ്പെട്ട സഹദേവൻ, ഇതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ നമ്മുടെ റോസക്കുട്ടി ടീച്ചർ, അദ്ദേഹം വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, വനിതാ കോർപ്പറേഷൻ്റെ ആണെന്നാലും വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആയ അവസരത്തിൽ അരമനെ വന്നാണ് ആദ്യം അവിടെ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് അവിടുന്ന് ഞാൻ KCBCയുടെ വനിതാ കമ്മീഷൻ്റെ പോളിസിയൊക്കെ കൊടുത്തു. അതൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ഹേമ നമുക്കറിയാവുന്ന ബസ് റേസിലിരുന്നാണ് ആദരവൊക്കെ വാങ്ങിക്കേണ്ടത്. ഞാനൊക്കെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഓടി വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സന്തോഷം അതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ
മറ്റെന്തെങ്കിലും പാർട്ടിയോ ഒന്നും നോക്കാതെ ജനങ്ങൾക്ക് എല്ലാവരും ഇലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ജനങ്ങളുടെ പൊതുസ്വത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രത്യേകിച്ച് ഈ തപോവനത്തിന് നൽകുന്നതായ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇവരെ നമുക്കറിയാവുന്ന പോലെ ആരുടെ ബന്ധുവാണ്, ആരുടെ സഹോദരനാണ്, സഹോദരിയാണെന്ന് ചോദിച്ചാൽ അവർക്ക് ചൂണ്ടിക്കാട്ടുവാനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരെയും സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കുന്ന പോലെ ഇവരെ സ്നേഹിക്കുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവികമായ ശുശ്രൂഷയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മളുടെ MLA നമുക്ക് നൽകിയതായ ഒരു പിന്തുണ അത് ബത്തേരി രൂപതയ്ക്കോ അല്ലെങ്കിൽ തപോവനത്തിനോ എന്നതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ പൊതുസമൂഹത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇവിടെ ആയിരിക്കുന്ന 28 പേർക്ക് നൽകിയതായ ഒരു സമ്മാനം ഈ റോഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ വളരെയേറെ അനശ്വരനാക്കുന്നതായ ഒരു വലിയ മഹത്തായ കർമ്മമായി കാലഘട്ടങ്ങളിൽ മുൻകാലങ്ങളിൽ അതിലൂടെ നടന്ന് പോകുന്ന ആൾക്കാർ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. നമ്മളൊക്കെ പറയാറുള്ളതാണ് വിശുദ്ധ മാർട്ടിൻ്റെ കഥ. മാർട്ടിൻ വലിയ ഒരു പട്ടാള ഉദ്യോഗസ്ഥന് അദ്ദേഹം നടന്ന് വളരെ ശക്തമായിട്ട് പോകുമ്പോൾ ചുറ്റും തണുത്ത് വിറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുകയും അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തൻ്റെ പട്ടാളക്കാരൻ്റെ നല്ല കോട്ട് കീറി പകുതി ഈ തണുത്ത് വിറച്ച മനുഷ്യന് ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഈ മാർട്ടിൻ്റെ കഥ നമുക്കറിയാവുന്നതാണ്. മാർട്ടിൻ അന്ന് രാത്രി കിടന്ന് ഉറങ്ങിയപ്പോൾ യേശു ക്രിസ്തു ഈ മാർട്ടിൻ കൊടുത്ത പകുതി ഉടുപ്പുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ മാർട്ടിൻ യേശു ക്രിസ്തു എന്താ പകുതി ഉടുപ്പുമായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, നീ ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്ത് ഉടുപ്പുണ്ടല്ലോ അത് ഞാനായിരുന്നു, അത് വിട്ടിട്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന്. ഇങ്ങനെയാണ് മാർട്ടിനെ വലിയ പ്രസിദ്ധനായും വിശുദ്ധനായും ഒക്കെ മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ MLA സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പ്രത്യേക മനസ്സ് അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവിയാകുന്ന കുട്ടികൾക്ക് വേണ്ട പരിചരണം കൊടുക്കുക, പാവപ്പെട്ടവർക്ക് സഹായം നൽകുക, തപോവനം പോലെയുള്ളവരെ സഹായിക്കുക തുടങ്ങിയ ഒരു നല്ല മനസ്സ്. ഒരുപക്ഷെ ഇവരെല്ലാവരും ആ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഈ MLA പ്രത്യേകമായിട്ട് ഓർക്കുകയും അദ്ദേഹം ഒരുപക്ഷെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കാലഘട്ടം കഴിയും ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഇതാരാണ് തപോവനത്തിൻ്റെ ഈ റോഡ് സംഭാവന നൽകുക വെച്ചാൽ അത് IC ബാലകൃഷ്ണനാണ് എന്ന് അദ്ദേഹം MLA ആയാലും മന്ത്രി ആയാലും ഇനി ഏത് രാഷ്ട്രീയ രംഗത്ത് ഉയർന്നാലും താണാലും ഒക്കെ ഓർക്കുന്ന ഒരു നിത്യ സ്മാരകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാർട്ടിൻ കൊടുത്ത പകുതി പട്ടാളക്കാരൻ്റെ ഉടുപ്പ് സ്വർഗത്തിൽ ഇട്ടുകൊണ്ട് യേശു നിൽക്കുന്ന ഒരു വലിയ ദൈവികത ഇതിനകത്തുണ്ട്. അത്രമാത്രം മനസ്സോടുകൂടി ഇത് നൽകിയ നമ്മുടെ IC ബാലകൃഷ്ണന് ഒരിക്കൽ കൂടി എല്ലാവിധമായ ദൈവ അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ ആദരവും കുറഞ്ഞറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വരുന്ന ആളുകളിലും നമ്മുടെ സമൂഹത്തിന് അനുഗ്രഹീതമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഹൃദയംഗമായി എല്ലാ നന്മകളും നേരുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ മുനിസിപ്പൽ ചെയർമാൻ പ്രിയപ്പെട്ട രമേശ്, അദ്ദേഹത്തിനും ഇതുപോലെ അവകാശപ്പെടാൻ ഒന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഈ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ നിലവിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഫയലുകളൊക്കെ വരുന്ന അവസരത്തിൽ ഫയലുകളൊക്കെ അവരെത്തി 2-3 വർഷം കഴിയട്ടെ എന്നൊക്കെ അനുസരിച്ച് തരാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തപോവനം അദ്ദേഹത്തിന് തന്നെ സ്ഥലമാണ്, സ്വന്തം സ്ഥലമായതുകൊണ്ട് അദ്ദേഹത്തിനും വളരെ സന്തോഷത്തോടെ പറയാൻ സാധ്യമാകും. ഈ തപോവനത്തിൻ്റെ ഒരു അനുവാദം ഇവിടെ നമ്മളുടെ MLA നൽകി കൊടുത്തപ്പോൾ അത് ഏറ്റവും വേഗം കൊടുത്ത് അദ്ദേഹവും ഈ റോഡ് ഉദ്ഘാടനം ചെയ്ത് അതിലെ കൂടെ നടന്നു വന്നു എന്ന് ഭാവിയിൽ അനുസ്മരിക്കുവാൻ തക്കവണ്ണം കയ്യൊക്കെ നടിച്ച കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിനും അങ്ങനെയുള്ള ഒരു വലിയ നല്ല മനസ്സുണ്ട്. ഇത് മാത്രമല്ല ബത്തേരി രൂപതയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഈ കാലഘട്ടത്തിൽ അനേകം വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ അവസരത്തിലൊക്കെ നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും അരമനയുമായിട്ട് ബന്ധപ്പെട്ട് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ശ്രേയസുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കഴിവതും വേഗവും ഭംഗിയായി ബുദ്ധിമുട്ടാതെ നടത്തുവാനായിട്ടുള്ള ഒരു വലിയ സൗഹൃദവും നന്മയും പ്രിയപ്പെട്ട രമേശ് കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രിയപ്പെട്ട സഹദേവനെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതായിട്ടുള്ള അവസരമുണ്ട്. അദ്ദേഹം ഇവിടെ വരികയും പ്രത്യേകിച്ച് നമ്മുടെ രൂപതയുടെ എല്ലാ ശുശ്രൂഷകളും തപോവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ അനുവാദം ചോദിക്കാൻ തുടങ്ങിക്കോ, അനുവാദമൊക്കെ തന്നേക്കാന്ന് പറഞ്ഞു വളരെ ഒരു എന്താ പറയുക സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു
മനസ്സുണ്ട്. അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ഇപ്പോൾ ചെയർമാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദിയും സ്നേഹവും ദൈവാനുഗ്രഹവും സമർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുക. പ്രിയപ്പെട്ട റോസക്കുട്ടി ടീച്ചറെ സംബന്ധിച്ച് പ്രത്യേകമായി പറയേണ്ട കാര്യം ഒന്നുമില്ല. ഇവിടെ ബത്തേരി രൂപതയിലെ മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മെത്രാപ്പൊലീത്തയായ സുനിൽമാർ ബസേലിയോസ് തിരുമേനി കടന്നു വന്നപ്പോൾ പിതാവിനെ സ്വീകരിക്കുവാൻ മുള്ളംകല്ലിൽ നിന്ന് വണ്ടിയും പിടിച്ച ആൾക്കാരെയും കൊണ്ടുവന്നയാളാണ് പ്രിയപ്പെട്ട നമ്മുടെ റോസക്കുട്ടി ടീച്ചർ എന്ന് പറയുന്നത്. അന്ന് വളരെ കുറച്ച് സാഹചര്യമുള്ളപ്പോൾ അവിടെ വന്ന് നമ്മുടെ തിരുമേനിയെ സ്വീകരിക്കാൻ വന്ന റോസക്കുട്ടി ടീച്ചർ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ സഭയുടെ എല്ലാ വളർച്ചയിലും വികാസത്തിലും പ്രവർത്തനത്തിലും ആവശ്യങ്ങളിലുമൊക്കെ നിത്യ സാന്നിധ്യമാണ്. അപ്പോൾ വനിതാ ദിനമൊക്കെ ആഘോഷിക്കുന്നു. ആരെ വിളിക്കണം, 2 ദിവസം മുമ്പ് വിളിച്ചാൽ നാളെ കിട്ടത്തുന്നു. ഞാൻ പറഞ്ഞ ഏറ്റവും വിളിച്ചാൽ വരുന്ന ഒരാൾ റോസക്കുട്ടി ടീച്ചറാണ്. ബത്തേരിയാന്ന് പറഞ്ഞാൽ നമ്മുടെ രമനയെന്ന് പറഞ്ഞാൽ വരും, അല്ലെങ്കിൽ പലരും നമുക്കൊരു തലേദിവസം പറഞ്ഞാൽ വരാനുള്ള സാധ്യത കുറവാണ്. ആ ടീച്ചർ സുഖമില്ലായിരിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഇവിടെ വന്ന് സന്ദേശം നൽകുവാൻ നമ്മുടെ കൂടെ ആയിരിക്കുന്ന റോസക്കുട്ടി ടീച്ചറിനുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഹേമ, അപ്പോൾ അവിടുന്ന് ഇവർക്കൊക്കെ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം വന്നിരിപ്പുണ്ട്. ഇവരെ സമ്മാനം വാങ്ങിക്കേണ്ടതാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ ഈ ഹേമ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകണം. ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോകണം, ഞാൻ ഈ തവവർത്തി പോകാമെന്ന് എന്താണ് നമുക്കറിയാവുന്ന ആദരവ് പോലും വാങ്ങിക്കാതെ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ തപോവനത്തോട് സ്നേഹം കരുതലുള്ള ഒരു വാർഡ് മെമ്പറാണ് പ്രിയപ്പെട്ട ഹേമ എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ഈ തപോവനത്തിൻ്റെ അന്തേവാസികൾ മാത്രമല്ല, ഇവിടെ എല്ലാവരും തന്നെ ഇതൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അതിൽ രൂപത അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും അവരെ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതായിട്ട് ചെയ്യുകയാണ്. ഹേമയോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും ആദരവും ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മലയപ്പറമ്പിലച്ഛനെ പറഞ്ഞ കാര്യങ്ങൾ സമയക്കുറവായതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ഒരു പ്രത്യേക നേതൃത്വ ശുശ്രൂഷയുണ്ട്. അതുപോലെ പുതുതായിട്ട് നമ്മളുടെ ഇത് കാര്യം ഏറ്റെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട വിൻസെൻ്റ് അച്ഛൻ്റെ ഒരു വലിയ ശുശ്രൂഷനോട് കടന്നു വരികയാണ്. അതുപോലെ റോയ്സ് RMCയുമായിട്ട് ബന്ധപ്പെട്ട് തങ്കച്ചനും അതുപോലെ നമ്മുടെ തോമസ് സാറുമാണ് ഇതിൻ്റെ ആദ്യം MCക്ക് വേണ്ടി ഏറ്റെടുത്തത്. അതുപോലെ നമ്മുടെ അറമ്പുകുടീച്ചൻ തുടങ്ങി നമ്മുടെ എല്ലാ വൈദികരുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ അർഹിക്കുന്ന ഒരു ഭവനമാണ് നമ്മുടെ തപോവനം എന്ന് പറഞ്ഞത്. ഈ തപോവനത്തിൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷ എൻ്റെ ശ്രദ്ധയിൽ വന്ന അവസരത്തിൽ ആദ്യമേ അന്ന് സിസ്റ്റർ ജോയ്സ് എന്നെ വിളിച്ചു പറഞ്ഞ തപോവനത്തിൽ ആഹാരം കൊടുക്കുക എന്ന് നിവൃത്തിയില്ല എന്നാണ്. അപ്പോൾ ഞാൻ ഈ രൂപതയുടെ ചാർജ് എടുത്ത അവസരമാണ്. 2ാമത്തെ 3-ാം ദിവസം ഫോൺ കോൾ ജോയ്സ് എനിക്ക് നേരത്തെ അറിയാമായിരുന്നതുകൊണ്ട് പൈസയില്ല, 5000 രൂപ കൊടുത്തു വിടണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു പൈസ തരുന്നതായിരിക്കും. തപോവനത്തിൽ എപ്പോൾ ആഹാരമില്ലാതെ വരുന്നു അപ്പോൾ അരമനയിൽ വിളിച്ചാൽ മതി. അരമനയിൽ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും തപോവനത്തിൽ ഭക്ഷണം തരുന്നതാണ് എന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇന്ന് അനുസ്മരിക്കുകയാണ്. അതുകൊണ്ട് തപോവനത്തിൻ്റെ ശുശ്രൂഷകൾ നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷയായി, യുവതയുടെ മുഖ്യ ശുശ്രൂഷയായി എപ്പോഴും നമ്മുടെ വൈദികരെ സന്യസ്തരെ പ്രത്യേകിച്ച് ഇതിൻ്റെ ആരംഭം കുറിച്ചതും അതുപോലെ തന്നെ അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന നമുക്കറിയാം ബദനി സിസ്റ്റേഴ്സിൻ്റെ ഒരു വലിയ ശുശ്രൂഷയാണ്. മദർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ശുശ്രൂഷ. ഇന്നലെ നമ്മളുടെ സിസ്റ്റർ ലിസ ത്രിപുരയിൽ നിന്ന് തന്നെ വിളിച്ച് അവിടെ എന്താണ് റോഡ് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളുടെ സിസ്റ്ററിൻ്റെ പ്രിയപ്പെട്ട MLA തന്നുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ലിസ ത്രിപുരയിൽ നിന്ന് വിളിച്ചതല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ അവിടെ അങ്ങനെ വളരെ ദൂരിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് ശ്രദ്ധയുണ്ടെന്നാണ്. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ കൗൺസിലേഴ്സ് ഇരിപ്പുണ്ട്. നമ്മുടെ ശ്രേയസിൻ്റെ പ്രവർത്തകരുണ്ട്. എല്ലാവരും ഉണ്ട്. ഞാൻ ആരുടെയും പേര് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. ഇതൊരു പൊതുഭവനമാണ്. നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ പൊതുഭവനം. അതെ, ബത്തേരി രൂപ ആ രീതിയിൽ കാണുന്നു. ബത്തേരി രൂപയുടെ ശ്രേയസ് എങ്ങനെയാണ്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ തന്നെയാണ്. നമ്മളത് പൊതുസമൂഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം സഹായവും സാന്നിധ്യവും പ്രവർത്തനം കൊണ്ട് നിങ്ങൾ സ്നേഹിതരാകുമ്പോൾ നമ്മളൊരു വലിയ ശുശ്രൂഷ കൂട്ടായിട്ട് ദൈവജനത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മനുഷ്യർക്ക് നൽകുകയാണ്. ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഇവിടെ സ്നേഹിതരായിരിക്കുന്ന എല്ലാ വനിതകൾക്കും നമ്മുടെ തപോവനത്തിൻ്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ വനിതാ ദിനം ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്പോൾ തപോവനം കുടുംബത്തിന് വേണ്ടിയിട്ട് തൻ്റെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 200 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നൽകി നമ്മളെ അനുഗ്രഹിച്ച MLAക്ക് ബത്തേരി രൂപതയുടെ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ പിന്നെ പിതാവ്
മെമൻറ്റോ നൽകുന്നു. അപ്പം ആദരവ് അറിയിക്കുന്നു. ആദ്യമായിട്ട് ആദരവ് അറിയിച്ചുകൊണ്ട് ഷോൾ അണിയിക്കുന്നു. അത് സ്വീകരിക്കുവാനായിട്ട് MLA സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി സൂചകമായി ഒരു ഓർമ്മ മെമൻറ്റോ പിതാവ് MLAക്ക് നൽകുന്നു. അത് സ്വീകരിക്കുവാനും MLA ക്ഷണിക്കുന്നു. സന്തോഷപൂർവ്വം സമ്മാനിക്കുന്നു. തുടർന്ന് വയനാട് ജില്ലയുടെ പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൻ്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞ 10 വർഷത്തിലേറെക്കാലമായി ക്ഷീണം പ്രയത്നിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ബത്തേരിയുടെ സ്വന്തം MLA ശ്രീ IC ബാലകൃഷ്ണൻ നമ്മോടുള്ള കാരുണ്യത്തെ പ്രതി ചെയ്ത നന്മകൾക്ക് പ്രതിനിധിയായിട്ട് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സദസ്സിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മളൊക്കെ ആദരിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന നമ്മുടെ അഭിമന്യ പിതാവ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്ത അവറുകൾ, മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ TK രമേശ്, വനിതാ വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ മുൻ MLA റോസക്കുട്ടി ടീച്ചർ, പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ഹേമ, പ്രിയപ്പെട്ട ഫാദർ വിൻസെൻ്റ് പുതുശ്ശേരി, പ്രിയപ്പെട്ട ഫാദർ ജെയിംസ് അച്ഛൻ, സെബാസ്റ്റ്യൻ അച്ഛൻ, പ്രിയപ്പെട്ട റോയ് മാഷ്, പ്രിയപ്പെട്ട NM വിജയേട്ടൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട കൗൺസിലർ പ്രമോദ്, മറ്റീ സദസ്സിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ഈ സ്ഥാപനത്തിലെ അന്തേവാസികളായ മാതാപിതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട തോമസ് അടക്കമുള്ള, തങ്കഞ്ചേട്ടനടക്കമുള്ള ഇതിൻ്റെ സംഘാടകരെ, പ്രിയപ്പെട്ടവരെ, ഞാനൊരു നീണ്ട പ്രസംഗത്തിന് മുതിരാൻ ആഗ്രഹിക്കുന്നില്ല. പിതാവിയുടെ എന്താണ് ഈ തപോവനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് പ്രതിപാദിച്ചു. സത്യത്തിൽ എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്നത് 2013 ഈ തപോവനത്തിലെ അന്നത്തെ സിസ്റ്റേഴ്സ് ഞാനിവിടെ വന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി, ഇവിടെ അമ്മമാരൊക്കെ ഉണ്ട്, ഇവിടുത്തെ സഹോദരങ്ങൾക്കൊക്കെ അസുഖമാണ്, അവർക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ള മെഡിസിനോ മറ്റു സംവിധാനങ്ങളില്ല എന്ന് പറയുകയുണ്ടായി. അപ്പം ഞാൻ ഇവിടുത്തെ ജില്ലാ കളക്ടറുമായി ഒക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇത്ര സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല, ഫണ്ട്. ഞാൻ ചോദിച്ചു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതും നിയമപ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന ബാബേട്ടൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മാതാപിതാക്കളുടെ ലിസ്റ്റുമായി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സമീപിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് ഇവരുടെ അവസ്ഥ, നമുക്ക് മെഡിസിൻ, 1 മാസത്തെ മെഡിസിൻ എങ്കിലും വാങ്ങിക്കാനുള്ള തുക നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ഫോം എടുത്ത് ഞാനിവിടെ ഈ സ്ഥാപനത്തിലെത്തിച്ചു. ഈ സ്ഥാപനത്തിലെ സിസ്റ്റേഴ്സ് ആ ഫോമിൽ പറയുന്ന എല്ലാ രേഖകളും വെച്ച് ഒരു ഫയലാക്കി എൻ്റെ കയ്യിൽ തന്നു. ഏതാണ്ട് 35 പേരുണ്ട്, 24 പേര്. പ്രിയപ്പെട്ട തങ്കഞ്ചേട്ടനടക്കം വന്നു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വതന്ത്ര മൈതാനിയിൽ ഒരു പൊതുപരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചാണ് സമർപ്പിക്കുന്നത്. സമർപ്പിച്ചപ്പോൾ അദ്ദേഹം 10,000 രൂപ വെച്ചല്ലേ, 20,000 രൂപ വെച്ച് 4,80,000 രൂപ
ആ സ്റ്റേജിൽ വെച്ച് പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് അദ്ദേഹം ഓർഡർ ഇടാണ് ചെയ്തത്. ആ ഓർഡർ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഇതേപോലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കുക. ആ ഓർഡർ വെച്ച് ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ശുശ്രൂഷ നടത്തുന്നതിന് വേണ്ടി, ചികിത്സ നടത്തുന്നതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അത് ഞാൻ ഓർക്കുന്നു. നിയമപ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ ഉന്നയിക്കും. ഞാൻ ഓസാന ഭവനിൽ നടവയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, വൃദ്ധരായ ഒരു അമ്മയെ റൂട്ടിലേക്ക് ഏതാണ്ടൊരു 60 മീറ്റർ ദൂരം താഴെ റൂട്ടിലേക്ക് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് സാർ എന്ന് പറഞ്ഞു. അന്നും ആ നിമിഷം ഇത്ര സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഓർഡറിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാനതിന് സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചു. അന്ന് സ്പെഷ്യൽ ഓർഡർ ഗവൺമെൻറ്റിൽ നിന്നും വാങ്ങിച്ച് 2012 ആ സ്ഥാപനത്തിലേക്ക് താഴെ വരെ ആംബുലൻസ് എത്തുന്ന രൂപത്തിലേക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്ത് വളരെ മനോഹരമായിക്കൊണ്ട് അതും ജിയു ഇറങ്ങി. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ തപോവനം, മറക്കടവ് വൃദ്ധസദനം, മരിയാസദനം പൂതാടി, നടവയില്, പഴൂര്, അങ്ങനെ ഏതാണ്ട് അമ്പലവയൽ 8 or 9 അന്തേവാസികളായി നമ്മുടെ സഹോദരങ്ങൾ താമസിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നിയോജക മണ്ഡലത്തിലുണ്ട്. ഞാൻ എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ സന്ദർശിക്കാറുണ്ട്. അവിടുത്തെ ചെറുതും വലുതുമായ വിഷയങ്ങൾ, കഴിയുന്ന കാര്യങ്ങൾ ഇടപെടാറുണ്ട്. ഇവിടെ പിതാവിൻ്റെ നേതൃത്വത്തിൽ സത്യത്തിൽ ഇത് എന്താ പറയുക, ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു സ്ഥാപനം തിരുമേനിൻ്റെ നേതൃത്വത്തിൽ, സഭയുടെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് നമ്മുടെ ബാബുവേട്ടൻ ഇവിടെ നല്ല ഗാനം ആലപിക്കുന്ന, എന്നും പ്രാർത്ഥനാകാരൻ ബാബുവേട്ടൻ തന്നെയാണ്. അപ്പോൾ ബാബുവേട്ടൻ്റെയൊക്കെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമ്മളൊരു ഭൂതകാല ചരിത്രത്തിലേക്ക് ചിന്തിക്കുമ്പോൾ വളരെ വേദനാജനകമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ സ്ഥാപനം ഓരോ ഘട്ടങ്ങളിലും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ, പിതാവിൻ്റെ ശുശ്രൂഷയിൽ കൂടി, പിതാവിൻ്റെ മേൽനോട്ടത്തിൽ, സംഘാടകരുടെ ഇടപെടലിൽ കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ അച്ഛൻ പറയാറുണ്ട് എന്നോട്, നമ്മുടെ തപോവനം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയാറുണ്ട് എന്നോട്. അപ്പോഴാണ് ഇവിടെ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുന്ന സമയത്ത് പിതാവ് എന്നോട് പറയാറില്ല കേട്ടോ, പിതാവ് എന്നോട് അങ്ങനെ പറയാറില്ല. പക്ഷേ പിതാവിനോട് ഞാൻ അങ്ങോട്ട് പറയും. നിരവധി റിക്വസ്റ്റ് കിട്ടുമ്പോൾ നമ്മളത് അനുവദിച്ചതിന് ശേഷം മാത്രമാണ് പറയാറുള്ളത്. ഞാൻ പിതാവിനോട് ആ വേദി എന്ന് പറയും, പിതാവ് ഞാൻ ഈ റോഡ് ഒന്ന് അനുവദിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഫണ്ടിൽ. ഓ തീർച്ചയായിട്ടും ചെയ്യണം കിട്ടും. അപ്പം അന്ന് 2022-23 ഇവിടുന്ന് പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം തന്നെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ച് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുകയും, അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. നമുക്ക് ഈ റോഡ് മുനിസിപ്പാലിറ്റിയുടെ ആസ്തി രജിസ്റ്ററിൽ വന്ന് ആസ്തി രജിസ്റ്ററിൽ പെടുത്തി, അതിനുശേഷം ഇവിടെ ഭൂമി മുനിസിപ്പാലിറ്റിയിലെ ഹാൻഡ് ഓവർ ചെയ്ത് അതിൻ്റെ സ്കെച്ചും പ്ലാൻ അടക്കം ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച് ജില്ലാ കളക്ടർ അതിന് ഭരണാനുമതി. ആ ഒരു വർഷം നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഫണ്ട് സ്വാഭാവികമായും മാറ്റേണ്ടി വരും. അപ്പോൾ ഈ തോമസ് സാറിനോടൊക്കെ ഞാൻ പലവട്ടം, റോയ് സാറിനോടൊക്കെ പലവട്ടം, ഞാൻ തങ്കച്ചൻ ചേട്ടനോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ അവർ പറഞ്ഞ എന്താ ഞങ്ങൾ ഗൗരവത്തിൽ ആലോചിക്കുന്നുണ്ട്, ഗൗരവമായി അത് ഞങ്ങളെ കൂടെ ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പം ഞാൻ ആ വർഷത്തെ ഫണ്ട് നഷ്ടപ്പെട്ടു പോകേണ്ട എന്ന് വെച്ച് മറ്റൊരു പദ്ധതി കൊടുത്ത് വീണ്ടും 2023-24 അത്ര തന്നെ രൂപ ഞാൻ മാറ്റിവെച്ചു. അങ്ങനെയാണ് നമുക്ക് ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. ഇത് പ്രിയപ്പെട്ട നമ്മുടെ കോൺട്രാക്ടർ ഷാജു ചേട്ടനാണ് ഈ റോഡ് എടുത്തിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നുകയാണ്.
എൻ്റെ ഇപ്പോഴും കുറേ വർക്ക് ഫെൻഡിയിൽ നിൽക്കുക. ചില കോൺട്രാക്ടർ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ വർക്ക് ഫെൻഡിയിലാക്കിയിരിക്കുക. ഇത് മനോഹരമായി തീർത്തിരിക്കുകയാണ് റോഡ്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തെ പോലുള്ള കോൺട്രാക്ടർമാരാണ് അത് രംഗത്ത് വരേണ്ടത്. പ്രത്യേകിച്ചും പിതാവിൻ്റെ നല്ല മനസ്സ്, നന്മയുള്ള മരത്തിൻ്റെ ആ സങ്കല്പത്തോടു കൂടി നമ്മൾ കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ഒക്കെ വലിയ ഇടപെടലുകൾ നമുക്ക് വലിയ ഗുണം നമുക്ക് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് ഇത് തന്നെ ഒരു അത്ഭുതകരമായ ഒരു സ്ഥാപനമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭവനമില്ലാത്തവർക്ക് ഭവനം വെച്ച് കൊടുക്കുന്നു, അതോടെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, സാമ്പത്തികമില്ലാത്തവർക്ക് സാമ്പത്തികമായി കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിലുപരി നന്മ നിറഞ്ഞുള്ള വാക്കുകളോടൊപ്പം തന്നെ കുറേ സഹോദരിമാരെ ശ്രേയസിൻ്റെ പേരിൽ നേതൃത്വം ഒരു കുടക്കീഴിൽ നിർത്തുന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് ജീവിച്ചു പോകുന്നു. നാടിൻ്റെ പൊതുവികസനം, ആ പൊതുവികസനത്തിൽ പങ്കാളികളാകുന്നു. ഇപ്പം കടുവയുടെയും ആനയുടെയും വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ പിതാവിൻ്റെ സാന്നിധ്യം അവരെ പ്രകടിപ്പിക്കുന്നു, ആ ഭവനങ്ങൾ സന്ദർശിക്കുന്നു. അങ്ങനെയുള്ളൊരു എളിമയായ പ്രവർത്തനങ്ങൾ ആത്മീയതയിൽ കൂടി മുന്നോട്ട് പോകുന്ന പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം നമ്മുടെ എല്ലാവരുമാണ്. അത് നിയമപ്രശ്നങ്ങളോ സാങ്കേതിക തടസ്സങ്ങളോ കൊണ്ട് മാറ്റി വെക്കേണ്ടതല്ല. തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ തടസ്സങ്ങൾ നീക്കിയത് ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഇന്ന് എല്ലാ വൃദ്ധസദനങ്ങളിലേക്കും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ചില ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം, റോഡ്, ചികിത്സാ സംവിധാനം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. പിന്നെ മാത്രമല്ല നമ്മുടെ ജില്ലയുടെ പൊതുവികസനം, പൊതു കാഴ്ചപ്പാട്. ഞാനിടയ്ക്ക് ചോദിക്കാറുണ്ട് പിതാവിനോട് നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത് ഒക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. മാത്രമല്ല അനേകം വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് വിവിധ മേഖലകളിലൊക്കെ പിതാവിൻ്റെ ആ സാന്നിധ്യം നമുക്ക് ഏറെ ഗുണം ചെയ്യുന്നു. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ആരംഭിച്ചു. സത്യത്തിൽ ശ്രേയസിൻ്റെ നേതൃത്വത്തിൽ ഫുഡ് കോർട്ട് ആരംഭിച്ചു. ഗൾഫ് നാടുകളിലും വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ആ ഫുഡ് കോർട്ടിൻ്റെ അതേ രീതിയിലുള്ള പല ഫുഡ് കോർട്ടും നമ്മുടെ ജില്ലയിൽ പല മേഖലകളിലും ഇന്ന് പല സംഘടനകളും വ്യക്തികളും ആരംഭിച്ചു. അപ്പോൾ തുടക്കം എങ്ങനെ വേണമെന്നുള്ള ആശയപരമായ ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി ഭാവി തലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് പിതാവിൻ്റെ സമീപനം, പിതാവിൻ്റെ ഇടപെടൽ, പിതാവിൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ എത്ര തന്നെ ഉയരങ്ങളിലേക്ക് എത്തിയാലും പാവപ്പെട്ടവനെ എത്രത്തോളം ആഴത്തിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നു, ആ ഇടപെടലാണ് നാടിൻ്റെ വളർച്ച. അല്ലാതെ ഇന്നും AC ഇട്ട VIP വാഹനത്തിൽ കറങ്ങുക, അല്ലെങ്കിൽ സാധാരണക്കാരൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരൂ, അങ്ങോട്ട് വരാൻ സമയമില്ലെന്ന് പറയുന്നതല്ല. ഞാൻ ഇന്നലെ ഏതാണ്ട് കുറേ രോഗികളുടെ വീട് ഞാൻ സന്ദർശിച്ചു. എനിക്ക് ഒരു അത്ഭുതകരമായി തോന്നിയത്, ഞാൻ തന്നെയാണത് കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടൊരു രാജു നെയ്ക്കുപ്പ, ഏതാണ്ട് 4 വർഷം മുൻപ് അദ്ദേഹം ആനയുടെ ചവിട്ടേറ്റ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, വൈദിക ശ്രേഷ്ഠർ എന്നെ വന്നു സഹായിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു എനർജി മറ്റൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ച് ഇന്ന് ഈ റോഡ് എൻ്റെ ഇമേജായിട്ട് ഞാൻ കാണുന്നില്ല. ഈ റോഡിന് 10 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ മുനിസിപ്പാലിറ്റി നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആരുടെയും
ഇമേജായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇതിൻ്റെ ക്രെഡിറ്റൊക്കെ നമ്മുടെ അഭിമന്യ പിതാവിന് തന്നെയുള്ളതാണ്. പിതാവ് ഈ സ്ഥാപനം തുടങ്ങിയില്ലെങ്കിൽ ഈ 10 ലക്ഷം രൂപയുടെ മുടക്കി നമുക്ക് ഇത്തരത്തിലുള്ള ഉദ്ഘാടന ഫംഗ്ഷൻ നമുക്ക് ആർക്കും പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സ്ഥാപനം ഇനി ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. പുതിയ പുതിയ പദ്ധതികളൊക്കെ തിരുമേനി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആ പുതിയ പുതിയ പദ്ധതിക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. കുറേ പാവപ്പെട്ട കുടുംബങ്ങൾ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊരു പങ്കാളി ഞാനുമായിട്ടുണ്ട്. 50,000 രൂപ ഞാൻ കൊടുക്കാമെന്ന് അന്ന് പറഞ്ഞാണ്. ഇന്ന് പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അത് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ആ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് സമർപ്പിക്കും. എൻ്റെ ഒരു മാസത്തെ MLA-മാർക്ക് ലഭിക്കുന്ന ഒരു മാസത്തെ സാലറിയുടെ ആ സാലറിയാണ് ഞാൻ സഭയ്ക്ക് പിതാവിന് സമർപ്പിക്കുന്നത്. അത് പാവങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഒരു കാരുണ്യ പ്രവർത്തനം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അധികാരങ്ങളുണ്ടാകുമ്പോൾ പ്രവർത്തിക്കാൻ ആരോഗ്യമുണ്ടാകും മാത്രമേ നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ കഴിയൂ. അത് അങ്ങനെ പിതാവ് സഹായിക്കുമ്പോൾ അതിനൊരു കോൺട്രിബ്യൂഷൻ എന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും പിതാവിൻ്റെയും സഭയുടെയും വൈദിക ശ്രേഷ്ഠരുടെയും ഈ സ്ഥാപനത്തിലെ ബിൻസെൻ്റ് അച്ഛൻ, ജെയിംസ് അച്ഛൻ, അതുപോലെ സിസ്റ്റേഴ്സ് അടക്കം നടത്തുന്ന ഈ സ്ഥാപനത്തിനും ഇതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കും എല്ലാവിധ പിന്തുണകളും സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ നിർമ്മിച്ച ഈ റോഡിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെ സമ്മതത്തോടു കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ MLA-യുടെ ഫണ്ട് ലഭിക്കുമ്പോൾ ഇത് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നത് ബത്തേരി മുനിസിപ്പാലിറ്റിയാണ്. നമ്മുടെ സ്ഥലമെല്ലാം പിന്നെ പിതാവ് രജിസ്റ്റർ ചെയ്ത് ഇത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതിന് വേണ്ട ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിൻ്റെ അനുവാദമൊക്കെ വാങ്ങിച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ച് ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ച് നൽകിയിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനെ ആദരവോടെ മുഖ്യ പ്രഭാഷണത്തിനാണ് ക്ഷണിക്കുന്നത്. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള വയനാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനും പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്ക് എന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന അഭിമന്യ പിതാവ് മാർ തോമസ് അവരുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും തപോവനം എന്ന എൻ്റെ കുടുംബത്തിലേക്ക് റോഡ് 10 ലക്ഷം രൂപ അനുവദിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനായിട്ടുള്ള നിയോജക മണ്ഡലം MLA IC ബാലകൃഷ്ണൻ അവർ, നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഇവിടെ സന്നിധരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട റോസക്കുട്ടി ടീച്ചർ, പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ഹേമ, സഹപ്രവർത്തകരായിട്ടുള്ള പ്രമോദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, ഒരു നീണ്ട മുഖ്യപ്രഭാഷണമൊന്നും ഞാൻ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യങ്ങളെല്ലാം പിതാവും MLA-യും ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ ഈ തപോവനത്തിൻ്റെ ഈ റോഡ് ഇത്തരത്തിലേക്ക് ഫണ്ട് അനുവദിച്ച് വന്നപ്പം ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ പൊതു ആസ്തി വികസന റോഡായിട്ട് ഇത് മാറിയിട്ടില്ല, അല്ലെങ്കിൽ സ്ഥലം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അത് മുനിസിപ്പാലിറ്റിയിലേക്ക് അഭിമന്യ പിതാവ് വളരെ താല്പര്യത്തോടു കൂടി തരികയും അത് ഗവൺമെൻറ്റിലേക്ക് അയക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടിക്രമം കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ ഈ വർക്ക് ടെൻഡർ ചെയ്യുന്ന നടപടി പൂർത്തീകരിക്കുകയും ടെൻഡർ ചെയ്തതിന് ശേഷം മുനിസിപ്പാൽ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. ചെറിയൊരു താമസം ഈ ആകെ പ്രവർത്തനത്തിനിടയിൽ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ പരിപാടിക്കകത്ത് അഭിമന്യ പിതാവ് കൂടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത പരിപാടിക്ക് തപോവനത്തിലേക്ക് വരുന്ന സമയത്ത് ഈ റോഡ് ടെക്നിക്കലായിട്ടുള്ള എല്ലാ വശങ്ങളും പരിഹരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിക്കായിട്ടും വരുമെന്നുള്ള പ്രഖ്യാപനം കൂടെ നടത്തിയിട്ടാണ് ഞങ്ങളിവിടെ പോയത്. അത് നമുക്ക് സാധ്യമാക്കാൻ കഴിയും. ഈ അവസരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ MLA-മാർക്കും ഒക്കെ ഫണ്ട് അനുവദിക്കുന്നത് ബഹുമാനിയായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അനേകം വർക്കുകൾ ഇപ്പോഴത്തെ സാമ്പത്തികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ കാരണം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കരാറുകാരന് പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ വർക്ക് ഇവിടെയുള്ള അന്തേവാസികളുടെ ഒരു പ്രയാസം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയും വർക്ക് പൂർത്തീകരിക്കുകയുമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ബഹുമാനായിട്ടുള്ള നിയോജകമണ്ഡലം MLA ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ വിവിധ വാർഡുകളിൽ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി തന്നിട്ടുണ്ട്. ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിനെ കൂടി ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർത്തുകൊണ്ട് ഈ പരിപാടിയിൽ കടന്നു വന്നിട്ടുള്ള വൈദികര ശ്രേഷ്ഠയും അതുപോലെ തന്നെ പിതാവും ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്ക് നേരിട്ട് ചെയ്യുന്നതിൽ ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പായി നമുക്കിവിടെ ഒരു അയൽക്കൂട്ടം പോലെ രജിസ്ട്രേഷൻ ചെയ്തു. ആ രജിസ്ട്രേഷൻ അടിസ്ഥാനത്തിൽ ഈ വർഷം ഞങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ അന്തേവാസികൾക്ക് കൂടി ധനസഹായം നൽകുന്നതിന് പദ്ധതി നമ്മുടെ ബത്തേരി മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ചിട്ടുണ്ട്. അവരെ ടൂർ പാക്കേജ്, അവരെ പിക്നിക്ക് കൊണ്ടുപോകുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് അവരുടെ ചികിത്സ കൂടി ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തൊട്ടടുത്ത് തൊടുവട്ടിയിൽ തന്നെ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ കൂടി നമുക്ക് ആരംഭിച്ച് അവിടെ ഏതാണ്ട് ഒരു മണിക്ക് ഒരു ഡോക്ടർ, നേഴ്സ്, മരുന്ന് എല്ലാം ഫ്രീ ആയി നൽകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ തൊടുവട്ടിയിൽ നിന്നും തപോവനത്തിൽ നിന്ന് ഏതാണ്ട് ഒരു നമ്മുടെ കവലയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലേക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടി മുനിസിപ്പാലിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലേക്കാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ തൊടുവട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഇതിനാകെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തപോവനം നേരത്തെ ആ രീതിയിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല, വളരട്ടെ എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതിൽ അന്തേവാസികൾ കുറഞ്ഞു കൊണ്ടുവന്നുകൊണ്ട് ഇതിലെ മറ്റ് നമ്മുടെ സഭയുടെയും നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം നമുക്ക് വളർന്നു വന്നുകൊണ്ട് ഈ സ്ഥാപനത്തിലുള്ളവരെല്ലാം അവരവരെ കുടുംബത്തിലേക്ക് ഇനി ഈ സ്ഥാപനത്തിലേക്ക് ഇത്തരം നമ്മുടെ സഹോദരങ്ങൾ, അമ്മമാർ, അച്ഛന്മാർ കടന്നു വരാതെ നമ്മുടെ മക്കൾ തന്നെ അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരട്ടെ. അതിനെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് പിതാവിൻ്റെ ഒരു കാരുണ്യം, പിതാവിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പള്ളി പള്ളിയേരിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അഭിമന്യ പിതാവ് അവിടെ സൂചിപ്പിച്ച ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഇപ്പം പള്ളിയുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത് ഇതര മതസ്ഥർക്ക് പള്ളിയുടെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ എല്ലാം അവർക്ക് സ്ഥാപനം പണിയുന്നതിന് വേണ്ടി, അവരെ പള്ളികൾ പണിയുന്നതിന് വേണ്ടി അവരെ കൂടെ ചേർത്ത് നിർത്തുന്ന രീതിയിലേക്കാണ് ഈ നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ മുന്നോട്ട് പോക്ക്. ആ പിതാവിനെ കരുത്തു പകരുന്നതിന് വേണ്ടി നമ്മുടെ ആത്മീയ ശ്രേഷ്ഠരും കൂടി നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പകരം കൂട്ടത്തിൽ മുനിസിപ്പാലിറ്റി കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം മുനിസിപ്പാലിറ്റിയുടെ വനിതാ ദിനത്തിൻ്റെ ആശംസ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വനിതാ ദിനത്തിൽ ഇന്നല്ല എങ്കിൽ കൂടി ഈ ദിവസത്തിൽ ഇന്നിവിടെ ഇങ്ങനെ വനിതാ ദിനം ഇവിടെ ആചരിക്കുമ്പോൾ മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് വനിതാ വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ തന്നെ ഇവിടെ സന്നിഹിതയാണ് എന്നത് ബത്തേരി രൂപതയ്ക്ക് തപോവനത്തിന് ഏറെ സന്തോഷമാണ്. ചെയർപേഴ്സനെ ഇതിൻ്റെ ആദരവിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഷോൾ അണിയിച്ച് ആദരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പിതാവ് ചെയർപേഴ്സൺ കേരള സംസ്ഥാനത്തിൻ്റെ ചെയർപേഴ്സണാണ്. ആ ചെയർപേഴ്സണ് വനിതാ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങൾ നേർന്നുകൊണ്ട് അപ്പോൾ ഇന്ന് പിതാവ് ഇപ്പോൾ ഷോൾ അണിയിച്ച് ആദരവ് അറിയിക്കുന്നു. താങ്ക് യു. നമ്മുടെ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം MLA ആയി ഒപ്പം വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണായി സേവനം ചെയ്തു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബത്തേരിയുടെ പ്രിയപ്പെട്ട റോസകുട്ടി ടീച്ചറെ ആദരവോടെ വനിതാ ദിന സന്ദേശം നൽകുവാനായിട്ട് ക്ഷണിക്കുന്നു. ആദരണീയനായ ബത്തേരി രൂപതയുടെ മെത്രാപ്പൊലീത്തയായിട്ടുള്ള തോമസ് പിതാവെ, ബഹുമാനപ്പെട്ട ജനറൽ അച്ഛൻ, ബഹുമാനപ്പെട്ട ഹേമ, പ്രിയപ്പെട്ട വിൻസെൻ്റ് അച്ഛൻ, റോയി, മറ്റ് പ്രിയമുള്ള ബഹുമാന്യരായ വൈദികരെ, പ്രിയമുള്ള സന്യസ്തരെ, ഈ
തപോവനത്തിലെ അന്തേവാസികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ഈ ദിനത്തിൽ, ഈ ദിവസം തപോവനത്തിലെ അന്തേവാസികളോട് കൂടെ ആയിരിക്കുവാൻ എന്നെ കൂടി ക്ഷണിക്കുകയും എനിക്ക് ഇങ്ങനെയൊരു അവസരമുണ്ടാക്കി തന്നതിൽ ഞാൻ തീർച്ചയായിട്ടും പിതാവിനെയും അതുപോലെ എൻ്റെ അച്ഛനെയും ഡയറക്ടർ അച്ഛനെയും എല്ലാവരെയും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇന്ന് വനിതാ ദിനമാണ്. ഈ തപോവനത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. ബത്തേരി രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപത ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെയേറെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അതായത് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ കോളേജ് തുടങ്ങാൻ, അതുപോലെ തന്നെ പുൽപ്പള്ളിയിൽ ഞങ്ങളൊക്കെ കൂടി ഒരു കോളേജ് കൊണ്ടുവന്നുവെങ്കിലും പുൽപ്പള്ളി വെടിവെപ്പ് മൂലവും ഒക്കെ തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത ഒരു സന്ദർഭം വന്നപ്പോഴേ ആ പഴശ്ശിരാജ എഡ്യൂക്കേഷൻ സൊസൈറ്റിയെ സഹായിക്കാൻ മുമ്പോട്ട് വന്നത് ഞങ്ങൾ പലരെയും സമീപിച്ചു. മാനന്തവാടി രൂപതയെ സമീപിച്ചു. പക്ഷേ ബത്തേരി രൂപതയെ സമീപിച്ചപ്പോഴേ ആ കോളേജ് നല്ല നിലയിൽ തീർച്ചയായിട്ടും ബത്തേരി രൂപത നടത്തിക്കൊണ്ടു പോകുമെന്നുള്ള ഒരഭിപ്രായം ഞാൻ അവിടെ പറയുകയുണ്ടായി. ആ ഗവേണിംഗ് ബോഡിയിൽ നമുക്ക് ഏറ്റവും നല്ലത് ബത്തേരി രൂപതയ്ക്ക് കൊടുക്കുന്നതാണ്. കാരണം മാറിവാനിയോസ് കോളേജിലെയും അതുപോലെ തന്നെ ദിവന്യാസിയോസ് കോളേജിലെയും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ കണ്ട്, അഭിവന്യ പിതാവ് ദിവന്യാസിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു, ബി.എഡിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അതുപോലെ തന്നെ മാറിവാനിയോസ് കോളേജിലെ എച്ച്.ഒ.ഡിയും അതുപോലെ എല്ലാ തരത്തിലും നേതൃത്വം നൽകിക്കൊണ്ട് പിതാവ് നടത്തുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, കാരണം ഒരു യൂണിവേഴ്സിറ്റി, അതായത് സർക്കാരിന് നടത്താൻ പറ്റാത്ത രീതിയിൽ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ഒരു വിദ്യാഭ്യാസ സമുച്ചയം തന്നെ ബത്തേരിയിൽ ഈ ഭാഗത്തേക്ക് വന്നാൽ രൂപത തുടങ്ങി ഇങ്ങോട്ട് വന്നാൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിലും സ്ത്രീകളോട്, അതായത് ഇവിടെ സ്വാശ്രയ സംഘങ്ങളെക്കുറിച്ച് പറഞ്ഞു. സർക്കാർ പോലും കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സർക്കാരിന് ഒരു പ്രചോദനമാകത്തക്ക രീതിയിൽ, അതായത് അങ്ങനെ ചിന്തിക്കത്തക്ക രീതിയിൽ ഉള്ള സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ കുടുംബത്തിന് അത്താണിയാകുന്നതിന് പറ്റിയ രീതിയിൽ ശ്രേയസ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തന രീതി നമ്മൾ കാണുന്നത് ബത്തേരി രൂപത ഇവിടെ വന്നതിന് ശേഷമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബ ശാക്തീകരണ മേഖലയിൽ സ്ത്രീകളുടെ ശാക്തീകരണം ഏറ്റവും അനിവാര്യമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി കുടുംബത്തിന് വരണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ശ്രേയസിൻ്റെ കൂട്ടിപ്പിടിച്ചിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ വളരെ ഈ പ്രദേശത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ പുരോഗതിക്ക് ഏറ്റവും നിദാനമായിട്ടുള്ള കാര്യമാണ് അത്. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലെ സ്ത്രീകൾക്കൊക്കെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ആ ട്രൈബൽ മേഖലയിലെ പ്രവർത്തനങ്ങൾ, അതുപോലെ കാർഷിക മേഖല ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ആ കാർഷിക മേഖലയിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നൂതനങ്ങളായ പദ്ധതികൾ പിതാവിൻ്റെ മനസ്സിലൂടെ വന്നത് ഇന്ന് സൊസൈറ്റിയാക്കി, അത് കമ്മിറ്റിയാക്കി അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കർഷകരാണ്. ആ കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇവിടെ സൂചിപ്പിച്ചു, MLA അടക്കം സൂചിപ്പിച്ച കാര്യങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ജനപ്രതിനിധികളെക്കാൾ കൂടുതലായിട്ട് മുമ്പിൽ നിന്നുകൊണ്ട് ആനയുടെ ആക്രമണങ്ങൾ, കടുവയുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിതാവിനോട് ചോദിച്ചു, ടീച്ചർ എന്നെ കണ്ടില്ലല്ലോ എന്ന്. പക്ഷേ പിതാവ് പോയി കഴിഞ്ഞിട്ട് പതുക്കെ ഒളിച്ചു തന്നെയാണ് ഞാൻ പോയത്. കാരണം സർക്കാരിൻ്റെ ഒരു പ്രതിനിധി കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു നിർവാഹമില്ലാത്ത ഒരവസ്ഥ എനിക്ക് ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം പിതാവൊക്കെ സന്ദർശിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിന്നുകൊണ്ടാണ് അവരെ കാണാറുള്ളത്. കാരണം നിരാലംബരായ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു
സാഹചര്യം ഗവൺമെൻറ്റിൽ അത് പ്രസൻറ്റ് ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഒക്കെ തന്നെ അതാത് സന്ദർഭത്തിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ആളുകൾക്ക് ഫീൽ ചെയ്യാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴേ വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ പിതാവിന് ഒരു മാർഗദർശിയാണ് എനിക്ക്. പിതാവിനെ ഒരു മോഡലായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ പിതാവിനെ കണ്ടുമുട്ടിയ അന്ന് തുടങ്ങി. പിതാവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലങ്കര സഭയുടെ ഇവിടുത്തെ അംഗങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനല്ല മലങ്കര സഭ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ യേശുവിൻ്റെ സാന്നിധ്യം ആ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകത്തക്ക രീതിയിൽ നന്മ ചെയ്തുകൊണ്ട് നാട് നീളെ നടങ്ങിയ യേശുവിനെയാണ് ഈ സഭ ഇവിടെ കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വലിയ മാതൃക ആണ് നൽകുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാനിവിടെ എന്നെ വിളിച്ചിട്ടുള്ളത് വനിതാ ദിനത്തിൻ്റെ മാർച്ച് 8-ാം തീയതിയാണ് വനിതാ ദിനം ആചരിക്കുന്നത്. ഈ മാർച്ച് 8-ാം തീയതി വനിതാ ദിനം ആചരിക്കുന്നത് തന്നെ വലിയൊരു ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ദിനം അനിവാര്യമാണ്. കാരണം തുല്യ വേതനത്തിനു വേണ്ടി നടത്തിയ സമരങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുള്ള സമരങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഈ വനിതാ ദിനം 1975 മുതൽ ആചരിക്കാൻ തീരുമാനിക്കുകയും ഐക്യരാഷ്ട്രസഭ തന്നെ ഓരോ തീമുകൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വർഷം ഐക്യരാഷ്ട്രസഭ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആശയം, അതായത് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ലോകത്തിന് മുഴുവനും ഗ്ലോബലി കൊടുത്തിട്ടുള്ള തീം നമ്മുടെ സ്ത്രീകളിൽ നിക്ഷേപം നടത്തുക, ഇൻവെസ്റ്റ് ഇൻ വിമൻ ആൻഡ് ആക്സിലറേറ്റ് ദ ഗ്രോത്ത് എന്നാണ്. അതായത് സ്ത്രീകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ആ നിക്ഷേപം തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടനയ്ക്കും നമ്മുടെ സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായ എല്ലാ തരത്തിലുള്ള ഉന്നമനത്തെയും ആ ഉയർച്ചയെയും അത് ആ ഉയർച്ചയ്ക്ക് നിദാനമാകും, അത് ആക്സിലറേറ്റ് ചെയ്യും, അത് ത്വരിതപ്പെടുത്തുമെന്ന് കണ്ടുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു തീം ഈ വർഷം ഐക്യരാഷ്ട്രസഭ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വലിയ ആശയമാണ്. കാരണം നമ്മുടെ അല്ലെങ്കിൽ ഇപ്പോഴതിന് മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് തന്നെ ഒരു വലിയ ശാപമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ബാധ്യതയാണ്, ഭാരമാണ് എന്ന് കാണുന്ന മാതാപിതാക്കൾ ധാരാളമുണ്ട്. ഒറ്റ കൊച്ചുങ്ങൾ മാത്രം മതി എന്ന് നമ്മുടെ അമ്മമാരോ പിതാക്കന്മാരോ കുടുംബത്തിൽ ദമ്പതികൾ തീരുമാനിക്കുന്നത് ഒരു ആൺകുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോഴാണ്. ഒരു പെൺകുഞ്ഞിനെ കിട്ടിയാൽ അതാ ഒറ്റ കുഞ്ഞു പോരാ, അപ്പോൾ ആ ഒരു കുട്ടി കൂടി ഒരു ആൺകുഞ്ഞു കൂടി ഉണ്ടാകുമോ എന്നുള്ള ഒരു പരിശ്രമം നടത്തുന്ന മാതാപിതാക്കളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു രണ്ടാം നിര പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. പക്ഷേ ദൈവം തമ്പുരാൻ, ഇന്നലെ പിതാവ് പറഞ്ഞൊരു കാര്യം ഞാനിവിടെ ആവർത്തിക്കുകയാണ്, അത് കേട്ടവർ അധികം പേരില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചത്, ഞാൻ പിതാവിനോട് പറഞ്ഞു എനിക്കൊരു പോയിന്റ് കിട്ടി. കാരണം ഞാൻ വനിതാ കമ്മീഷൻ, വനിതാ വികസന കോർപ്പറേഷനൊക്കെ, അപ്പോൾ പിതാവ് ആ പോയിന്റ് എനിക്ക് ഇട്ട് തന്നു. അത് ഞാൻ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ദൈവം കളിമണ്ണ് കൊണ്ടാണ് പുരുഷനെ സൃഷ്ടിച്ചത്, അല്ലേ? ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ കളിമണ്ണ് കൊണ്ടൊരു പ്രതിമയുണ്ടാക്കി അതിൽ ജീവശ്വാസം, ദൈവത്തിൻ്റെ ശ്വാസം ഊതിയാണ് ആ പുരുഷനെ സൃഷ്ടിച്ചത്. അപ്പോൾ പുരുഷനെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി ദൈവത്തിൻ്റെ ഛായയും അതുപോലെ തന്നെ സദൃശ്യത്തിലുമുള്ള ഒരു പുരുഷനാക്കി തീർക്കുന്നതിനു വേണ്ടി ആ ദൈവത്തിൻ്റെ ശ്വാസം ഊതി അങ്ങനെയാണ് പുരുഷനെ സൃഷ്ടിച്ചത്. പക്ഷേ സ്ത്രീയെ അങ്ങനെയല്ല സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടി സമയത്ത് തന്നെ വലിയ പരിഗണന സ്ത്രീക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് അഭിനന്ദ പിതാവ് ഇന്നലെ പറഞ്ഞു. കാരണം എന്താണ്? പുരുഷൻ്റെ ഹൃദയഭാഗത്തു നിന്നുള്ള വാരിയെല്ലെടുത്ത്, അതായത് സ്ത്രീ അത്രമാത്രം
പരിഗണന ദൈവം കൊടുക്കുകയാണ്. കളിമണ്ണ് കൊണ്ട് തന്നെ ഒരു സ്ത്രീയെയും ദൈവത്തിനുണ്ടാക്കാമായിരുന്നു. പക്ഷേ പുരുഷൻ്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്ന ആ വാരിയല്ല് പുരുഷൻ ഉറങ്ങിക്കിടന്നപ്പോൾ ദൈവം എടുത്തു. അവൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ എടുത്തത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ എടുത്തിട്ട് ആ വാരിയല്ലിനാണ് സ്ത്രീയായിട്ട് രൂപപ്പെട്ടത്. ദൈവം സൃഷ്ടിച്ചു. സ്ത്രീയെ സൃഷ്ടിക്കാൻ അത്രമാത്രം പരിഗണന കൊടുത്തു. അപ്പം തുല്യമായ പരിഗണനയല്ല, ശ്രേഷ്ഠമായ പരിഗണന കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഒരു പെൺകുഞ്ഞുണ്ടാകുന്നത് ഇന്ന് ഭാരമാണ്. കാരണം എന്താണ്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളെയും അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് 3 ആൺമക്കളാണ്. ഒരു പെൺകുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് മൂന്നാമത്തേതും മോനായിട്ട് വരുന്നത്. അതെൻ്റെ സ്വഭാവം ദൈവം നേരത്തെ തിരിച്ചറിഞ്ഞു കാണും. വീടും നോക്കാതെ ഈ നാടും നോക്കി ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളാകുമ്പോഴേ ദൈവത്തിനും അറിയാം പെൺകുഞ്ഞിനെ കൊടുത്താൽ വേണ്ട പോലെ നോക്കിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കാം എനിക്ക് ഒരു പെൺകുഞ്ഞിനെ തരാത്തതെന്ന്. പക്ഷേ ഇപ്പോൾ 2 പെൺമക്കളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല പെൺമക്കൾ. അപ്പം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, എല്ലാവർക്കും പിന്നെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ പിന്നെ കിട്ടാറില്ല. പക്ഷേ എനിക്ക് 3 ആൺകുട്ടികളായതുകൊണ്ട് 3 പെൺകുഞ്ഞുങ്ങളെ സ്ഥിരമായിട്ട് കിട്ടും. അതുകൊണ്ട് ഞാനാണ് ഭാഗ്യവതി എന്ന് ഞാൻ പലയിടത്തും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പോലും ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല പെൺകുഞ്ഞിനെ, പക്ഷേ ഇപ്പോഴേ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ 2 അവസരങ്ങളും സ്ത്രീകളെ സംരക്ഷിക്കാനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനും സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ നൽകുവാനുമാണ്. പക്ഷേ ഈ വർഷത്തെ ഐക്യരാഷ്ട്രസഭയുടെ ആ തീം അനുസരിച്ച് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ജോലി, സ്ത്രീകൾ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് മിതമായ ഒരു റേറ്റിൽ അവർക്ക് സാമ്പത്തിക സഹായം കടമായിട്ട് കൊടുക്കാൻ അവർക്ക് ബാങ്കുകളെ സമീപിക്കുമ്പോൾ വലിയ പലിശ ഈടാക്കുന്നത് കൊണ്ട് 6% വരെ മാത്രം മാക്സിമം പലിശ, 3.5 തുടങ്ങി 6%, ന്യൂനപക്ഷങ്ങൾക്ക് 3.5 അപ്പോൾ ആ 3.5% തുടങ്ങി 6% വരെ പരമാവധി പലിശ ഈടാക്കിക്കൊണ്ട് സ്ത്രീകളെ സ്വയം സാമ്പത്തിക സ്വാശ്രയത്വം അവർക്ക് അനിവാര്യമാണ്. സ്ത്രീകളുടെ തുല്യതയ്ക്ക് ലിംഗപരമായ ആ ഒരു ദുര്യോഗം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ലിംഗസമത്വം ആരും കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ കൊടുക്കണമെങ്കിൽ അവർ തന്നെ ശാക്തീകരിക്കപ്പെട്ടു വന്ന് അവർ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കുടുംബത്തിലുണ്ടാക്കുന്ന ആളുകളായിട്ട്, സമൂഹത്തിലുണ്ടാകുന്ന ആളുകളായിട്ട്, അതുപോലെ തന്നെ തൊഴിൽ ആഗ്രഹിച്ച് മറ്റുള്ളവരെ സമീപിക്കുന്ന, തൊഴിലിന് വേണ്ടി നടക്കുന്ന ആളുകളല്ലാതെ തൊഴിൽ ദാതാക്കളാക്കി മാറ്റുകയാണ്. കാരണം ഒരു സംരംഭം ഒരാൾ തുടങ്ങുമ്പോൾ പലരെയും അതിലേക്ക് സഹായത്തിനായിട്ട് കൂട്ടാൻ പറ്റും. പല സ്ത്രീകളെയും അവിടെ ജോലിക്കായിട്ട് ഒക്കെ അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒക്കെയായിട്ട് സഹായിക്കാൻ പറ്റും. അപ്പോൾ സ്ത്രീകളെ സ്വയം പര്യാപ്തതയോടൊപ്പം തന്നെ മറ്റ് സ്ത്രീകൾക്ക് കൂടി തൊഴിൽ കൊടുക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറ്റിക്കൊണ്ട് ഈ ഐക്യരാഷ്ട്രസഭ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ ആ സ്ത്രീകളുടെ ഗ്യാപ്പ്, സ്ത്രീ പുരുഷ ഗ്യാപ്പ് ഇല്ലാതാകണമെങ്കിൽ സ്ത്രീകൾ അത്രയേറെ സാമ്പത്തികമായിട്ട് കൂടി സാമ്പത്തിക സ്വാശ്രയത്വം, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന നീതി നിഷേധങ്ങൾ, ലിംഗപരമായ അസമത്വത്തെ നേരിടുന്നതിനൊക്കെ തന്നെ സാമ്പത്തിക സ്വാശ്രയത്വവും സാമ്പത്തിക സ്വയം പര്യാപ്തതയും അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ തീം സ്ത്രീകളിൽ നിക്ഷേപിക്കുക. അത് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് ആണോ പെണ്ണോ ആകട്ടെ ആ 2 മക്കൾക്കും നല്ല നിലയിലുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ട്, ചില മാതാപിതാക്കളുണ്ട് പുരുഷന് മുട്ട പൊരിച്ചു കൊടുക്കുമ്പോൾ സ്ത്രീക്ക് മോരുകറിയോ എന്നതെങ്കിലും കൊണ്ട് തൃപ്തിയാക്കുന്നത്, ഒരു മുട്ടയോ ഉള്ളെങ്കിൽ അത് ആ ഒരു മുട്ട പൊരിച്ച് 2 പേർക്കും കൊടുത്ത്, ഒരു ഗർഭിണി വീട്ടിലുണ്ടെങ്കിൽ അത് ഗർഭിണിക്ക് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് അത് ഗർഭിണിക്ക് മാത്രമായിട്ട് കൊടുത്ത്, കാരണം അവർ 2 പേരാണ്, 2 പേർക്ക് ഭക്ഷണം ആവശ്യമാണ് എന്ന രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഗർഭിണികളെ സംരക്ഷിച്ച് കൊണ്ടുവരുന്നത്
അടക്കം നമുക്ക് ആരോഗ്യമുള്ള സന്തതികൾ, ആരോഗ്യമുള്ള പുരുഷനും സ്ത്രീക്കും മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴതുകൊണ്ട് തുല്യതയോടുകൂടി നമ്മുടെ പെൺമക്കളെയും ആൺമക്കളെയും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, മാതാപിതാക്കളുടെ പരിഗണന കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ മകനോട് പറഞ്ഞു. മൂത്ത മകന് പിന്നെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ മകനോട് പറഞ്ഞു, നീ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചായ വേണമെന്ന് നിർബന്ധമുള്ളവനാണ്. അപ്പോഴേ ചായ നിർബന്ധമാണ് എങ്കിൽ നിൻ്റെ ഭാര്യ ചായ വയ്ക്കാൻ പോകുമ്പോൾ നീ ഗ്ലാസ് കഴുകി അതവിടെ കൊണ്ടുപോയി വെച്ച് അത് കൊണ്ടുവന്ന് തരാൻ വേണ്ടി നോക്കിയിരിക്കരുത്. ചിലരുണ്ട് പത്രം വായിക്കുന്നതിൻ്റെ അടുത്ത് വരെ ഒരു കട്ടൻ ചായയായിട്ട് ചെന്ന് അത് വാങ്ങി കുടിച്ച് വളരെ സുഖമായിട്ടിരുന്ന് പത്രം വായിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് അവരെ സഹായിക്കണം. ഈ ഒരു പണി അവരും ജോലിക്ക് പോകുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. അപ്പം തുല്യതയോടുകൂടി അടുക്കളപ്പണി ഏതാണ്ട് മോശം. അടുക്കളയിൽ കിടന്ന് ഒരു ജീവിതം മുഴുവനും അവിടെ കെട്ടിയിടട്ടെ എന്ന രീതിയിലാണ് പലരും സ്ത്രീകളെ കാണുന്നത്. അതല്ല, ഇന്ന് ധാരാളം സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, മിക്സിയും അതുപോലെ തന്നെ ഹീറ്ററും എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് സ്ത്രീക്ക് ഒരാവശ്യവുമില്ല ഈ പൂർണ്ണമായിട്ട് ഒരു ദിവസം മുഴുവനും അടുക്കളയിൽ കിടന്ന് അലയേണ്ടതായിട്ടുള്ള ഒരാവശ്യവുമില്ല. അപ്പോഴവരെ മറ്റ് സൃഷ്ടികർമ്മമായ കാര്യങ്ങളിൽ, ഉൽപാദനക്ഷമതയെ കൂട്ടുന്ന കാര്യത്തിലൊക്കെ തന്നെ അവരെ കൂടി പങ്കാളികളാക്കും എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സ്ത്രീകളോട്, ഇവിടെ ഇപ്പോൾ അധികം പേരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ പറയാറുണ്ട്, ഏറ്റവും വലിയ ഒരു ശല്യം നമ്മുടെ സീരിയലുകളാണ്. അപ്പോൾ സീരിയലുകൾക്കെതിരെ ഞാൻ പല നോട്ടീസും ഒക്കെ അയച്ചിട്ടുണ്ട്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന ആ സീരിയൽ കാണുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. കാരണം അവർക്ക് ആ സീരിയൽ കാണാൻ ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ അവർക്ക് വലിയ വെപ്രാളമാണ്. ഞാനപ്പോഴേ സ്ത്രീകളോട് പറയാറുണ്ട്, നിങ്ങളുടെ പണം നിങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല. കാരണം അതിനിടയിൽ ഒരു പരസ്യം വരും. എന്താണ്? നോ മാർക്ക, ഇപ്പോഴത്തെ എൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല, ഫെയർ ആൻഡ് ലവ്ലി. അത് നേരത്തെ ഒരു കറുത്ത പെൺകുട്ടിയുടെ മുഖം കറുത്തിരിക്കുന്ന പെൺകുട്ടി, അത് കഴിഞ്ഞ് ആ സാധനം അങ്ങ് തേച്ച് കഴിയുന്ന ഉടനെ തന്നെ നല്ല വെള്ള നിറത്തിൽ ഒരു ആള്. ഇതൊക്കെ പരസ്യ കമ്പനികൾ ഈ സ്ത്രീകളെ പറ്റിക്കാൻ. എന്തുമാത്രം വ്യൂവേഴ്സ് ഉണ്ട്. ഇവിടെ കൗൺസിലർമാർ ഉള്ളതുകൊണ്ട് നിങ്ങളെങ്കിലും പോയി പറയണം അവരോടൊക്കെ. ഞാൻ പറഞ്ഞു മടുത്തിട്ടുണ്ട്. എങ്കിലും ഇത് സ്ത്രീകളെ പറ്റിക്കുന്നു, എത്ര വ്യൂവേഴ്സ് ഉണ്ട് എന്ന് നോക്കിക്കൊണ്ടാണ് അവർ പരസ്യം കൊടുക്കുന്നത്. അപ്പോഴീ പരസ്യത്തിൽ തന്നെ അവർ ബഹുരാഷ്ട്ര കമ്പനികളുടെ പരസ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവർ കാണുന്നൊന്നുമില്ല, സ്ത്രീകൾ കാണുന്നൊന്നുമില്ല. അവർ നേരെ പോയിട്ട് കറിക്കരിയാനുള്ള സാധനം, ഉള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യാറുള്ളത്. ആ സമയത്ത് ഫിംഗർ ക്യാപ്പ് ഉള്ളത് കൊണ്ട് ഇത് കാണാതെ ആ ഫിംഗർ ക്യാപ്പ് കൈ മുറിയാൽ ഇപ്പോഴും എളുപ്പമാണ് ഫിംഗർ ക്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സീരിയലുകൾ ഏറ്റവും വലിയ ദോഷം, ഒരു ഭയങ്കര മോശമായ ഒരു സ്ത്രീയെ കാണിക്കും അവിടെ. ക്രൂരയായ ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട മാൻപേടയെ പോലുള്ള ഒരു പെൺകുഞ്ഞിനെ ഉപദ്രവിക്കുന്ന വേറൊരു സ്ത്രീ. അപ്പോൾ സ്ത്രീത്വത്തെ ഏറ്റവും ആക്ഷേപിക്കുന്ന ഒരു സീരിയലുകളാണ് ഇതൊക്കെ. ഇടയ്ക്ക് ഞാനിങ്ങനെ എന്താ ഇത്ര അട്രാക്ഷൻ നോക്കുമ്പോൾ ഒരാൾ ക്രൂരയായി നിൽക്കുന്നു, സ്ത്രീയെ അപമാനിക്കുന്നു. ഒരു മാൻപേട അവിടെയെല്ലാം കീഴടങ്ങി സഹിച്ച് നിൽക്കുന്നു. അങ്ങനെ സഹിച്ച് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല അവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രചരണം കൊടുത്തുകൊണ്ട് ഈ സാമ്പത്തിക സ്വാശ്രയത്വത്തിലൂടെ സ്ത്രീകളുടെ സുരക്ഷയും സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും അതോടൊപ്പം തന്നെ സാമൂഹ്യമായ വലിയ പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ തപോവനത്തിലെ ആളുകളോട് കൂടുതലായിട്ട് ഞാനിങ്ങനെ സൂചിപ്പിക്കും. പക്ഷേ നിങ്ങളോടൊപ്പം നിങ്ങളെ ഇന്ന് അഭിമന്യ പിതാവ് എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇന്ന് ഇവിടെ വെച്ച് തന്നെ ഈ ഒരു വനിതാ ദിനത്തിൻ്റെ ആചരണം കൂടി ആചരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും എന്നെ കൂടി പങ്കെടുപ്പിക്കുന്നു. എന്നെ എല്ലാ കാര്യങ്ങളിലും ഏത് സമയത്തും ഏത് ആവശ്യത്തിന് വിളിച്ചാലും പിതാവ് സഹായത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരു പിതാവിനെ നമുക്ക് ബത്തേരിയിൽ ഈ വയനാടിൻ്റെ ഒരു പിതാവ് എല്ലാ കാര്യങ്ങളിലും കർക്കശമായ നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ മുഖം നോക്കാതെ
സത്യം വിളിച്ചു പറയുകയും അവകാശങ്ങൾക്ക് വേണ്ടി, വയനാടിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന ഒരു പിതാവിനെ നമുക്ക് ലഭിച്ചത് വലിയ സന്തോഷമാണ്. അതിലെ പിതാവിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം ഈ തപോവനം ഏതെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുവെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ദൈവസന്നിധിയിൽ പരിഗണിക്കപ്പെടുന്നത് ഈ പാവപ്പെട്ടവനിൽ ഒരുവനെ നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പിതാവിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അത് നമുക്ക് പറയാനായാൽ തീർച്ചയായിട്ടും അത് പിതാവിൽ നിന്ന് നമുക്ക് മാതൃക സ്വീകരിക്കാൻ ഒരുപാടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, പട്ടണത്തിൽ നിന്ന്, തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് പിതാവിനെ ഇങ്ങോട്ടേക്ക് വിടുന്നു എന്ന് കണ്ടപ്പോഴേ. അന്ന് ഞാൻ ദിവന്യാസിയസ് കോളേജിലൊക്കെ BEdന് ആപ്ലിക്കേഷൻ കൊടുത്താണ്. ആദ്യം കിട്ടിയത് മൗണ്ട് കാർമലായതുകൊണ്ട് തിയോഫിലസ്, ദിവന്യാസിയസ് കോളേജ് അല്ല കേട്ടോ, തിയോഫിലസ് ട്രെയിനിങ് കോളേജിൽ അപേക്ഷ അയച്ചായിരുന്നു. അന്ന് പിതാവൊന്നുമല്ല, പിതാവ് എന്നെ കഴിഞ്ഞു ഇളയതാണ്. അപ്പം അത് ഞാൻ സത്യം പറയുക, പിതാവ് എന്നെ കഴിഞ്ഞു ഒത്തിരി ഇളയതാണ്. അപ്പോൾ ഞാനാണ് മൂത്തത്. അപ്പോഴേ എനിക്ക് അവിടെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഫാദർ പറഞ്ഞ് കോട്ടയം വരെ പോയാൽ മൗണ്ട് കാർമലിൽ കിട്ടിയപ്പോൾ എന്നാൽ അവിടം വരെ പോയാൽ പോരെ, അങ്ങ് വരെ പോകണമെന്ന് ചോദിച്ചിട്ടാണ് അവിടെ പഠിക്കാൻ പറ്റാത്ത. അപ്പോൾ അന്ന് തുടങ്ങി ആ കോളേജിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അവിടെയൊക്കെ പ്രിൻസിപ്പളായിട്ടിരുന്ന് അത് വലിയ എക്കണോമിക്സിൻ്റെ പ്രൊഫസർ, അതുപോലെ തന്നെ വലിയ ഡോക്ടറേറ്റ് കിട്ടിയ കുട്ടികൾക്ക് പോലും ഡോക്ടറേറ്റ് പഠിപ്പിക്കുന്ന, പോസ്റ്റ് ഡോക്ടറേറ്റ് ഒക്കെ പഠിപ്പിക്കുന്ന വ്യക്തി, അമേരിക്കയിൽ അതിൻ്റെ സംഘടനയുടെ പ്രസിഡൻറ്റ്, ലോകത്തെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നുകൊണ്ട് നടത്തുന്ന ഒരാളിങ്ങോട്ട് വന്നാൽ എങ്ങനെയിരിക്കും ഈ വയനാടിൻ്റെ ഈ പാവപ്പെട്ട ആദിവാസികളും മൂന്നിലൊന്നുമുള്ള നമ്മളെപ്പോലുള്ള ആളുകളുടെ ഇടയിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എന്നെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ടാണ് പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞപ്പം തനി കർഷകൻ, തനി ആദിവാസി എന്ന് പറയാൻ പാടില്ല, എന്തിൽ തന്നെ നമ്മൾ ഏതൊക്കെ മേഖലയിൽ നിന്ന് ട്രൈബ് അല്ലെ എല്ലാമായിട്ട് പിതാവങ്ങ് മാറുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ഈ പെൺമക്കൾക്ക് വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുന്നതും ആൺമക്കൾക്ക് നിക്ഷേപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ സുഖമാണ്, ഒത്തിരി പെൺപിള്ളേരെയാണ് കാണുന്നത്. എന്നാൽ ആൺപിള്ളേരെയൊക്കെ പ്രൊഫഷണൽ കോഴ്സിന് പറഞ്ഞയച്ചിരിക്കുക, അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. പെൺകുട്ടികളെയൊക്കെ ആകെ നേഴ്സിങ് മാത്രമേ അവർക്ക് പറ്റൂ എന്ന രീതിയിലാണ്. അപ്പോഴേ ഞാൻ എൻ്റെ മക്കളിവിടെ ഒരു ഇത് തുടങ്ങിയപ്പോൾ പിതാവിനറിയാം, ഒരു കമ്പനി തുടങ്ങിയപ്പോഴും പറഞ്ഞു ജെൻഡർ പാരിറ്റി തീർച്ചയായിട്ടും നോക്കിയിരിക്കണം, ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഇന്നലെ ഞാൻ ചോദിച്ചു എനിക്ക് പ്രസംഗിക്കാൻ പറ്റൂടെ, എത്രയാണ് നിങ്ങൾ പെൺപിള്ളേർ? 40% മേലെ പെൺപിള്ളേർ ഇതിലൊന്ന് ക്വാളിഫൈ ചെയ്തും കൂടെ വരണ്ടേ, ഇനി ഒന്ന് ക്ഷമിക്കുക. ഞങ്ങളെല്ലാ കോളേജിലും പോയി ഈക്വലായിട്ടാണ് എടുക്കുന്നത്. അപ്പം അതിൽ അവരിങ്ങനെ IT ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു രക്ഷയില്ലാത്ത അത് ഈക്വലാക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോഴേ നമുക്ക് ആ ഒരു സമത്വത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. സ്ത്രീധനം പിന്നെ ഏറ്റവും വലിയ ഒരു ദോഷമാണ്, അത് അമ്മമാരാണ് നിർബന്ധിക്കുന്നത്. ഇതെല്ലാം അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആ വനിതാ ദിനത്തിൽ ഇത്തരം ആശയങ്ങൾ നമുക്ക് നൽകി. ഊണ് കഴിക്കേണ്ട പാവം പിള്ളേരെ ഇരുത്തിയിരിക്കുക അവിടെ. അപ്പോഴേ എന്നെ കൂടി ക്ഷണിച്ചതിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വനിതാ ദിനത്തിൻ്റെ ആശംസകൾ ഇവിടെ കൂടിയിട്ടുള്ള ഹേമയടക്കം എല്ലാവർക്കും കൗൺസിലേഴ്സിനൊക്കെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മുടെ ഈ റോഡ് സഫലീകൃതമാകുവാൻ വേണ്ടി ഏറെ സഹായിച്ച നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് വേണ്ടി സംസാരിച്ച് വാദിച്ച് കാര്യങ്ങൾ അരിക്ഷമായി നടത്തി നിർവഹിച്ചത് വാർഡ് കൗൺസിലർ ശ്രീമതി ഹേമയാണ്. അഭിമന്യ പിതാവ് തപോവന കുടുംബത്തിന് വേണ്ടി നമ്മുടെ ആദരവ് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഷാൾ അണിയിക്കുന്നു. ഹേമയെ ക്ഷണിക്കുന്നു സ്വീകരിക്കാനായിട്ട്. ഹേമ ഒരു വാക്ക് നമ്മോട് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പിതാവ്, നമ്മുടെ ഉദ്ഘാടകൻ IC ബാലകൃഷ്ണൻ അവർകൾ, മുഖ്യ പ്രഭാഷണം നടത്തിയ TK രമേശ് അവർകൾ, വനിതാ ദിന സന്ദേശം നൽകിയ ശ്രീമതി റോസകുട്ടി ടീച്ചർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരും പേരെടുത്ത് പറയില്ല. ഒന്നാമത് ഇത്ര സമയമായി, എല്ലാവരും അക്ഷമരായിട്ടിരിക്കുകയാണ്, ചൂടുണ്ട്, ഭക്ഷണം കഴിക്കേണ്ട ടൈമായി. എന്തായാലും ഇന്നത്തെ ഈ ദിവസം വനിതാ ദിനം ആചരിക്കലും കൂടി 2 ചടങ്ങുകളാണ് നമുക്കിവിടെ നടക്കുന്നത്.
എന്തായാലും ഈ വനിതാ ദിനത്തിൽ എത്തിച്ചേർന്ന എല്ലാ വനിതകൾക്കും ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ റോഡ് അത് നമ്മളൊരു സ്വപ്നം തന്നെയായിരുന്നു. എന്തായാലും അതിനു വേണ്ടി ഒരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. എല്ലാ നമ്മുടെ തപോവനത്തിലെ എല്ലാ അന്തേവാസികൾക്കും, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും, എല്ലാ ഫാദേഴ്സിനും എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ റോഡ് നിർമ്മിച്ച് നൽകിയത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷാജു കോൺട്രാക്ടറാണ്. വളരെ എഞ്ചിനീയറിംഗ് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് യാതൊരുവിധ കുറവുകൾ ഇല്ലാതെ അതിന് വേണ്ട എല്ലാം ചേർത്ത് വെച്ച് ഇത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചത് തൊഴിലാളികളെ സമയബന്ധിതമായി ഇത് നിർവഹിച്ചു തന്നിരിക്കുന്നത് ശ്രീ ഷാജുവാണ്. ഷാജുവിനോടുള്ള ഈ തപോവന കുടുംബത്തിൻ്റെ ബത്തേരി രൂപതയുടെ ആദരവ് അറിയിച്ചുകൊണ്ട് ഇപ്പോഴ് അപ്പുവിൻ്റെ പിതാവ് ഷോളണിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നു. ഷാജുവിനെ ആദരവോടെ അതിലേക്ക് ക്ഷണിക്കുന്നു. സിയുടെ രൂപതാ പ്രസിഡന്റ് ശ്രീ റോയ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അഭിമന്യ പിതാവിനും ബഹുമാനപ്പെട്ട വൈദികരെല്ലാവർക്കും, ബഹുമാനപ്പെട്ട റോസ് ടീച്ചർ, അതുപോലെ ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാ സഹോദരങ്ങൾ ഓരോരുത്തർക്കും, ശ്രേയസിൻ്റെ അയൽക്കൂട്ടം മെമ്പേഴ്സിനും പ്രത്യേകിച്ച് ഡയറക്ടറും ഉണ്ട് ഇവിടെ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ദേശീയ ഗാനം പാടാനായിട്ട് എഴുതി നിൽക്കാം.